ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടെ നിൽക്കുന്നത് മനസ്സിലുണ്ടായില്ല, സെക്കൻഡരാബാദ് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഗസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അച്ചിക്കോടയിലോട്ട് വന്നിറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡരാബാദിൽ നിന്ന് ആണ് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ സെക്കൻഡരാബാദിൽ നാട്ടിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഗസ്റ്റ് ചെയ്യണ്ടോ ഏതാ വണ്ടി എന്നുള്ളത്. യെസ്, ശബരി എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. 17230 സെക്കൻഡരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. 12:20 ഇവിടെ പുറപ്പെടും. പ്ലാറ്റ്ഫോം നമ്പർ 8 ആണെന്നാണ് അവിടെ കാണുന്ന ആ ബോർഡിൽ പറയുന്നത്. ബോർഡിൽ കാണാൻ പറ്റില്ല. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 8 എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് സ്റ്റേഷൻ ഉള്ളിലോട്ട് പോകാം. ഞാൻ വിചാരിക്കുന്നത് ലഞ്ച് ഇവിടെ നിന്ന് മേടിക്കാമെന്നാണ്. ബാക്കി മാത്രം പാൻട്രിക്കാർ എന്നാവാം. ഏത് ക്ലാസ്സിനാണ് എന്താണെന്നുള്ളതൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്കൊന്ന് ഉള്ളിലോട്ട് പോകാം. ആയിട്ടുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. കാര്യം റൂമിൻ്റെ ചെക്കൗട്ട് 11 മണിക്കായിരുന്നു. ഞാൻ ചെക്കൗട്ടിന് നേരെ പോന്നു, സമയം കളയണ്ടെന്ന് വെച്ചാൽ. നമ്മൾ ആ പ്ലാറ്റ്ഫോമിലോട്ട് കയറി. നല്ല തിരക്ക്. ഏതൊരു ട്രെയിൻ ജസ്റ്റ് വന്നുള്ളൂ. ഈ ഡൽഹി സൈഡിലുള്ള ട്രെയിനുകളൊക്കെ ഇന്ന് ഭയങ്കര ലേറ്റാണ്. അവിടെ എന്തോ ട്രാക്ക് വർക്കിൻ്റെ ഡൈവേർഷൻ കാരണം വണ്ടികളെല്ലാം ലേറ്റായിട്ടാണ് ഓടുന്നത്. അപ്പോൾ നല്ല തിരക്ക്. അവിടെ ഒരു ഫുഡ് പ്ലാസ കാണുന്നുണ്ട്. നമുക്ക് ഫുഡ് പ്ലാസിൽ നമുക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ച് വെച്ചേക്കാം. കാര്യം ഇന്ന് ലഞ്ച് ചെയ്യാൻ പറഞ്ഞില്ല. ലഞ്ചിനോട് മേടിച്ചുകൊണ്ട് വന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് ബീറ്റ് എന്ന് പറയുന്ന ലോട്ടസ് ഫുഡ് പ്ലാസിൻ്റെ ഫുഡ് മേടിച്ചു. ബിരിയാണിയാണ് പാർസൽ മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെങ്കിൽ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് നോക്കാം. നമുക്കെന്നാൽ പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കാം. ഈ സൈഡിലെ ഫുഡ് ഓർബിറ്റിലെ കുറച്ച് തിരക്ക് കുറവ്, മറ്റേ ഭയങ്കര തിരക്ക്. ഇത്രയും വലിയ സ്റ്റേഷൻ്റെ ആവശ്യത്തിന് ലിഫ്റ്റുകളോ എസ്കലേറ്ററോ അങ്ങനെ സൗകര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അവിടെ ഒരു ഒറ്റ ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. ആ ലിഫ്റ്റാണ് മുടിഞ്ഞ നിരക്ക്. ഒരുവിധം എങ്ങനെ ലിഫ്റ്റ് കയറി പറ്റിയതാണ്. ഇപ്പോൾ താഴോട്ട് നമ്മൾ പടി ഇറങ്ങി തന്നെ പോകണം. എസ്കലേറ്റർ ഒന്നുമില്ല. എസ്കലേറ്റർ ലിഫ്റ്റ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ട്രെയിന്. ട്രെയിനിലോട്ട് ഇത് സാധനങ്ങൾ കയറ്റാനുള്ള വണ്ടിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഈ ട്രെയിനിൽ പാൻട്രി കാറുണ്ട്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ നമ്മുടെ കോച്ചിനടുത്ത് എത്തിയിരിക്കുകയാണ്. 05151 ആണ് നമ്മുടെ കോച്ച്. ഗസ്റ്റ് തന്നെ എന്താണെന്നുള്ളത്. അതെ, AC ഫസ്റ്റിലാണ് നമ്മുടെ യാത്ര. ഫസ്റ്റ് AC യിലാണ് നമ്മുടെ യാത്ര. ഇന്ന് ആദ്യമായിട്ടാണ് ഫസ്റ്റ് AC ഈ ചാനലിൽ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് AC യിൽ നമ്മളിന്ന് സെക്കൻഡരാബാദ് മുതൽ പാലക്കാട് വരെ നമ്മുടെ യാത്ര. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കിട്ടിയതാണെങ്കിൽ ഒരു കൂപ്പയാണ്. 2 പേരുടെ കൂപ്പയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. D കൂപ്പയിലാണ് എൻ്റെ സീറ്റ്. കോച്ച് വരെ തുറന്നിട്ടില്ല. തുറന്നു കഴിയുമ്പോൾ ഇൻറ്റീരിയർ ആയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. സെക്കൻഡരാബാദ് തിരുവനന്തപുരം 17230 ശബരി എക്സ്പ്രസ്. നമ്മുടെ ലോക്കോ ഇന്നൊരു വാപ്പ് 4 ആണ്. 22322 വിജയവാഡയുടെ. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മുടെ ലോക്കോ 22322. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിജയവാഡ ഷെഡിൻ്റെയാണ്. പിന്നെ വാപ്പ് 4 ആണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വാപ്പ് 4 ഹോൾഡ് ICF ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. ജസ്റ്റ് ലോക്കോ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ICF കോച്ചിൽ യാത്ര ചെയ്യുന്നത്. ICF കോച്ചുകളുടെ കാലം ഏകദേശം തീരാറായി. അപ്പോൾ അതിന് മുമ്പ് അതിലത്തെ ഒരു ഫസ്റ്റ് AC യാത്ര എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങ് സാധിച്ചു. പക്ഷേ ഇത് വളരെ യാദൃശ്ചികമായിട്ട് സാധിച്ചാണ്. ആ കഥ ഞാൻ പറയാം. ഇന്നുവല്ല ഇപ്പുറത്തുള്ള ഡെമോ പുറപ്പെടുന്നത് നല്ല സിഗ്നലായിട്ടുണ്ട്. അപ്പോൾ ഡെമോ അങ്ങനെ വിട്ടു പോവുകയാണ്. എങ്ങോട്ടുള്ള ഡെമോ എന്നറിയില്ല. ബോർഡൊന്നും കാണാനില്ല. ഇവൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്തോ ഒരു ബോർഡുണ്ട്. സിദ്ദിപേട്ട് സെക്കൻഡരാബാദ് എന്നാണ് ബോർഡ്. അപ്പം അങ്ങനെ ഡെമോ ഇറങ്ങിപ്പോയി. ഇതാണ് നമ്മുടെ കോച്ച് 05105. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു AC ഫസ്റ്റ്. നമുക്കെന്നാൽ ഈ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണാൻ ഉള്ളിലോട്ട് പോയാലോ. കയറുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു അറ്റൻഡൻറ്റിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ബെഡ്ഷീറ്റും അതൊക്കെ വെക്കാനും അറ്റൻഡർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതിവിടെയാണ് നമ്മുടെ ഉള്ളിലോട്ട് എൻട്രൻസ്. ഇത് ഫുള്ള് AC-യുടെ മറ്റേ ഇലക്ട്രിക്കൽ കൺട്രോൾസൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം നിരത്തി പിടിച്ച് ഇത് അറ്റൻഡറുടെ സ്ഥലമാണ്. ഇതാണ് അറ്റൻഡറുടെ സ്ഥലം. ഇത് കോച്ച് അറ്റൻഡറുടെ ക്യാബിനാണ്. ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അതിനകത്ത് F വരെ മൊത്തം 20 ബർത്താണ് ഇതിനകത്തുള്ളത്. 18 ബർത്താണ് ഇതിനകത്തുള്ളത്. ഇതാണ് ഇത്. അതൊരു 4 സീറ്റർ ആയിരുന്നു. ഇത് 2 സീറ്ററാണ്. ഇവിടെയാണ് നമ്മുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ. D ക്യാബിൻ. വിശാലമായ ക്യാബിനാണ് നമ്മുടെ റൈഡ്. ഇതാണ് നമ്മുടെ ക്യാബിൻ. 2 പേരുടെ ക്യാബിനാണിത്. ഇതിലൊരു അപ്പർ ബർത്തും ഒരു ലോവർ ബർത്തും. വിശാലമായ സ്ഥലം. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതിനകത്ത് മുകളിലോട്ട് കയറാൻ പ്രോപ്പറായിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. മുകളിൽ നല്ല വീതിയുള്ള ബർത്താണ്. കാരണം നമ്മുടെ വീട്ടിലൊരു സിംഗിൾ കട്ടിലിലേക്ക് ഏകദേശം വീതി വരും. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ കബോർഡ് വന്നിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കണമെങ്കിൽ സേഫായിട്ട് ഇതിനകത്ത് വെക്കാം. ഇതിനകത്ത് പിന്നെ അതുപോലെ ICF ഫാനുണ്ട്.
പിന്നെ ഓഫ് കോഴ്സ് പ്ലഗ് പോയിൻറ്റ്, ലൈറ്റുകൾ, 2 പ്ലഗ് പോയിൻ്റ് ഉണ്ട്. മുകളിലത്തെ താഴെ സെപ്പറേറ്റ് പ്ലഗ് പോയിൻ്റ് ഉണ്ട്. മുകളിൽ റീഡിംഗ് ലാമ്പുണ്ട്, താഴെയും റീഡിംഗ് ലാമ്പുണ്ട്, അത് വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ നല്ലൊരു മിററുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ടാവുമായിരുന്നു, അതിപ്പോൾ റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. സ്വന്തമായിട്ടൊരു വേസ്റ്റ് ബിന്നുണ്ട്. ഇത്രയൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് നല്ല കാശല്ലേ കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടുന്ന് പാലക്കാട്ടേക്ക് 3600 രൂപ എടുത്ത് ടിക്കറ്റ് വന്നു. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് എടുത്തതൊരു യാദൃശ്ചികമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ആ കഥ എന്താണെന്ന് ഞാൻ പറയാം. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഈ റൂട്ട് വഴി അല്ല പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ മറ്റൊരു റൂട്ട് വഴി വേറൊരു ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ സഡനായിട്ട് എന്ത് പറ്റി വെച്ചാൽ എൻ്റെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു, നമുക്ക് നേരത്തെ തിരിച്ചു പോകാം എന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ശബരിക്ക് തത്കാൽ ടിക്കറ്റ് എടുക്കാം എന്ന് വെച്ച് ഇന്നലെ രാവിലെ ആസ് യൂഷ്വൽ IRCTC കയറിയപ്പോൾ IRCTC പതിവ് പരിപാടി കാണിച്ച് തേച്ചു, ലോഗൗട്ടായി. ഞാൻ തിരിച്ച് ലോഗിൻ ചെയ്തപ്പോഴേക്കും തത്കാൽ ടിക്കറ്റ് തീർന്നു. പ്രീമിയം ടിക്കറ്റ് ഏകദേശം 4000 രൂപ എടുത്തായി പ്രീമിയം ടിക്കറ്റിനപ്പോഴേക്കും 3rd AC. അപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ഫസ്റ്റ് AC ടിക്കറ്റ് എടുത്ത് നോക്കിയതാണ്. എടുത്ത് നോക്കിയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 5 കിടക്കുന്നു ഫസ്റ്റ് AC. അപ്പോൾ ഞാനൊരു ഗ്യാമ്പിൾ, ഒരു ബാർഗെയിൻ ആയിക്കോട്ടെ, ഞാൻ ഫസ്റ്റ് AC ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് കൺഫേം ആവുകയും ചെയ്തു. ഹൗസ് കീപ്പിങ്ങിൻ്റെ ആൾക്കാരായിരുന്നു മറ്റേ എയർ ഫ്രഷർ അടിക്കാൻ. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. കാര്യം നമുക്ക് ബസ്സിന് തന്നെ ഏകദേശം 3300 എടുത്ത് ടിക്കറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പ്രീമിയം തത്കാലം 4000 രൂപയ്ക്ക് പോകുന്നു. അപ്പോഴാണ് ഫസ്റ്റ് AC 3600 രൂപയ്ക്ക് സാധാരണ വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്താണ് നമുക്ക് ഈ യാത്ര വരവേത്. അപ്പോൾ നമുക്ക് ഈ യാത്ര നമ്മൾ അടിച്ച് പൊളിക്കണം. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് AC യാത്രയാണ്. ICF ഫസ്റ്റ് AC കൊച്ചുകൾ ഡിസപ്പിയർ ആവുന്നതിന് മുമ്പ് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. നമ്മുടെ യാത്ര അപ്പോൾ നമ്മുടെ കൂപ്പയ്ക്കകത്ത് ഒരു വാതിലുണ്ട്, നമുക്ക് അടയ്ക്കാവുന്ന വാതിലാണ്. ഈ വാതിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ്ലി സെക്യൂറാണ്. കണ്ടോ, ആ ലോക്ക് ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെക്യൂറാണ്. ഇത്രയും പ്രൈവസിയുള്ള വേറൊരു ക്ലാസ് ഇന്ത്യൻ റെയിൽവേ തന്നെ ഉണ്ടാവില്ല. അത്ര അടിപൊളിയാണിത്. ഇതൊരു 4 പേരുടെ ക്യാബിനാണ്. ഈ പറഞ്ഞ പോലെ 4 കട്ടിലുണ്ടാവും, അതിനകത്ത് 4 ബർത്ത് ഉണ്ടാവും. ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം ആണ്. ഇതുപോലെ ഒരു പടി ഉണ്ടാവും കയറാൻ. 4 പേർക്ക് പ്ലഗ് പോയിൻ്റ് ഉണ്ട്. നല്ല ലെഗ് സ്പേസ് ആണ്. എങ്ങനെ ഇരുന്നാലും മുട്ടിടിക്കില്ല, അത്രയും ലെഗ് സ്പേസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് AC 4 പേരുടെ ബർത്തിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ ടോയ്ലറ്റുകൾ 2 ടോയ്ലറ്റ് ഉണ്ട് ഇപ്പുറത്തെ എൻഡിൽ. ഇതൊരു ഇന്ത്യൻ ടോയ്ലറ്റാണ്. നല്ല വലുപ്പമുണ്ട്. ഇതിനകത്തൊരു ഷവറൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ഷവറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വെസ്റ്റേൺ ടോയ്ലറ്റ്, ഇതിലും ഒരു ഷവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ഷവറാണ്. ഷവറുണ്ട്, വാഷ് ബേസിനും അങ്ങനത്തെ യൂഷ്വൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമുക്കിനി പുറപ്പെടാൻ കുറച്ച് സമയം കൊണ്ട് ഏകദേശം ഒരു 7 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 8. നമ്മുടെ ലോക്കോ പൈലറ്റുമാരൊക്കെ വന്നിട്ടുണ്ടാവും. എന്തായാലും ഇത്രയും കൂടി സമയമില്ലേ, നമ്മുടെ സമയമല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം നമ്പർ 10 എൻട്രൻസ്, പിന്നെ ഭോയിഗുഡ എൻട്രൻസ് ആണ് വിളിക്കുന്നത്. ഭോയിഗുഡ എൻട്രൻസ് എന്താ പറയുന്നത്, റിനോവേഷൻ വർക്ക് നടക്കുക, പുതിയ ബിൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. മെയിൻ എൻട്രൻസിലും വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, ഇതിലും വർക്ക് നടക്കുന്നുണ്ട്. സമയം 12:20 നമ്മൾ ഉടനെ പുറപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റാർട്ടർ സിഗ്നൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു പിടിയില്ല. അപ്പുറത്തെ സൈഡിലെ ലൈനിൽ ഒരു ലല്ലഗുഡ പീസ് അത് കിടക്കുന്നു. പുത്തൻ ലോക്കം തോന്നുന്നു, 39362. അപ്പുറത്തൊരു G9 31172 ഏതൊരു പാസഞ്ചർ. നമ്മുടെ സ്റ്റാർട്ടർ മഞ്ഞയാണ്, സ്റ്റാർട്ടർ കാണാൻ വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആംബറാണ്. വലിയ താമസത്തിലുണ്ട്. അപ്പോൾ പുറപ്പെടണം. വളരെ പതുക്കെ നമ്മൾ അനങ്ങി തുടങ്ങി. അപ്പോൾ അത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരക്കുണ്ടോ. ചങ്ങല വിളിച്ചാണോ ഗാർഡൻ ഇൻഫർമേഷൻ പ്രകാരം നിർത്തുകയാണോ എന്നറിയില്ല. അവിടുന്ന് മെട്രോ ഒരു ലൈൻ സെപ്പറേറ്റ് ആയി പോകുന്നൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെട്രോ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ 3 കോച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇന്നലെ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ ദൂരം, ഓൾമോസ്റ്റ് 1/2 മണിക്കൂർ നിന്ന് യാത്രയുണ്ട്. കാരണം ഒട്ടും സ്ഥലമില്ല. പക്ഷെ നിൽക്കാൻ സ്ഥലം കിട്ടി ഭാഗ്യത്തിന്. മെട്രോയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. അത് ഇതർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2 ട്രെയിനുകൾ അങ്ങോട്ടും ക്രോസ് ചെയ്യും. ഇവിടുത്തെ മെട്രോയിൽ ഹുണ്ടായി റോട്ടം ബിൽഡ് ചെയ്ത കോച്ചാണ്, അതായത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കോച്ചാണ്.
അല്ലാണ്ട് ബാംഗ്ലൂരിലുള്ളതും ഹുണ്ടായി റോട്ടമാണ്. പക്ഷേ അത് BMWയുടെ അസോസിയേഷൻ ഇന്ത്യയിൽ പണിതാണ്. ഇതങ്ങനെയല്ല, ഇത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കോച്ചുകളാണ്. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈനാണ് കാച്ചിഗുഡയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു MTS റൈഡ് നടത്തിയായിരുന്നു. പക്ഷേ എന്നൊരു ലോങ് വീഡിയോ ഒന്നും ഉണ്ടാക്കിയില്ല. ഒരു ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കാച്ചിഗുഡയിലേക്ക് പോകുന്ന ലൈന്. ഇത് സെക്കൻഡറാബാദ് കോച്ചിങ് ഡിപ്പോ ആണെന്ന് തോന്നുന്നു. മൗലാലിയുടെ 13656 കിടക്കുന്നു. ഒരു വെറൈറ്റി ബ്ലൂ ആണ് ഇവിടെ ചെയർകാർ കോച്ചിന്. ഒരു ജനറേറ്റർ കാർ കിടക്കുന്നത്, ഡബിൾ ഡെക്കറിൻ്റെയാണ്. നമ്മളങ്ങനെ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതാണ് ഇവിടുത്തെ കോച്ചിങ് ഡിപ്പോ കേട്ടോ. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. നമ്മുടെ പെയറിംഗ് ട്രെയിനായ ശബരി എക്സ്പ്രസ് നമ്മളിവിടെ വെച്ച് ക്രോസ് ചെയ്യും. അത് ആക്ച്വലി ഭയങ്കര വെറൈറ്റി ടൈമിംഗ് ആണ് അതിൻ്റെ. അത് 12:30-ക്കാണ് സെക്കൻഡറാബാദിൽ നിന്ന്, നമ്മൾ 12:20 പുറപ്പെടും. അതുകൊണ്ട് ആണ് റേക്ക് ഷെയറിങ്. അതുകൊണ്ട് ഈ ട്രെയിൻ, നമ്മുടെ വണ്ടി സെക്കൻഡറാബാദ് തിരുപ്പതി എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. സെക്കൻഡറാബാദ് തിരുപ്പതി സൂപ്പർ ഫാസ്റ്റും പദ്മാവതി എക്സ്പ്രസ് ഒരു കോമ്പിനേഷനായിട്ടും റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഈ ട്രെയിൻ ശരിക്കും LHB കോച്ചുകൾ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മുതൽ LHB ഓടേണ്ടതായിരുന്നു. ഇപ്പം കേട്ട അറിവ് വെച്ച് ശബരിമല സീസൺ കണക്കിലെടുത്തവർ ആ LHB കൺവേർഷൻ മാറ്റിവെച്ചു, പിന്നീടത്തേക്ക് മാറ്റിവെച്ചു. കാരണം റിസർവേഷൻ സസ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇത് LHB കൺവേർഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ മാറ്റിവെച്ചു എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും നമുക്ക് ICF രൂപത്തിലുള്ള ശബരിയിലെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട്. ഈ ഏരിയയിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലേ ഔട്ടാണ്. അതുകൊണ്ട് ഞാനല്ല ലൈവായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഞാനത് മാപ്പ് നല്ലോണം വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് താഴെ ഇടാം. കാര്യം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. കാര്യം എനിക്ക് മാപ്പ് നോക്കിയിട്ട് തലമല പിടിയിട്ടില്ല. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലേ ഔട്ടാണ്. ഇപ്പോൾ അവിടെ നിന്നൊരു ട്രാക്ക് പോകുന്ന കാണാം. അതെനിക്കൊന്ന് കാച്ചിഗുഡ ഭാഗത്തുനിന്ന് വന്നിട്ട് ടുവേർഡ്സ് നമ്മുടെ ഈ ലൈന് പോകുന്ന ട്രാക്കാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അറ്റത്ത് അരക്കോണത്തിൻ്റെ ഒരു വാപ്പ് 4 കിടക്കുന്നുണ്ട്. അതായിരിക്കണം നമ്മുടെ പെയറിംഗ് ട്രെയിനായ ശബരി, ഓപ്പോസിറ്റ് ശബരി 22845 അരക്കോണം വാപ്പ് 4. എൻ്റെ ഫ്രണ്ട് വിൻസ്ക്രീനിലൊരു കിളി കത്തി കിടക്കുന്നുണ്ടോ? ഇതാണ് പെയറിംഗ് ശബരി. തിരുവനന്തപുരം സെക്കൻഡറാബാദ്. ഇനിയിപ്പോൾ ഇവിടുന്ന് സെക്കൻഡറാബാദ് തിരുപ്പതി. ഇന്ന് പദ്മാവതിയാണോ സൂപ്പർ ഫാസ്റ്റ് ആണോ എന്നറിയില്ല, ഏതോ ഒന്നായിട്ട് പോകും. ഇത് തിരുപ്പതി ബേസ്ഡ് കോച്ചാണ്, തിരുപ്പതി ബേസ്ഡ് റേക്കാണ്. തിരുപ്പതിയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്. ആ നേരത്തെ കണ്ട് ഫ്രൈറ്റർ നല്ല പൊക്കത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് ശബരിയും പുറപ്പെട്ടു കേട്ടോ. നേരത്തെ കണ്ട് ഫ്രൈറ്റർ നല്ല പൊക്കത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പാലമല കയറി നമ്മൾ കടക്കുകയാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. അത് വാഗ് 12 ഹോൾഡാണ്. പറഞ്ഞ പോലെ തന്നെ അതൊരു പാലം കയറാൻ പോകുന്നത്. വാഗ് 12 ഹോൾഡാണ്. നാഗ്പൂരിൻ്റെ വാഗ് 12 ആണ്. 60381. അതിൻ്റെ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ ഉണ്ട്, കണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ? ഭയങ്കര യുണീക്കായിട്ടുള്ള ലേ ഔട്ടാണ് ഇവിടെ. ഇത് എങ്ങോട്ട് പോകുന്ന ലൈനാണെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വലതുവശത്ത് കാണുന്നതാണ് ലല്ലഗുഡ ലോക്കോ ഷെഡ്, ലല്ലഗുഡ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ലല്ലഗുഡയുടെ വാപ്പ് 7 നമ്മൾ എന്തോരം വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഒരു ഹോളിഡേ ട്രെയിനിൽ നമ്മൾ യാത്രയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഷെഡ്.
ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഒരു ലൈൻ വന്ന് കയറുന്നുണ്ട്. ഇതൊക്കെ എന്തോ ആണോ? വിശാഖപട്ടണം മുംബൈ എക്സ്പ്രസ് ആണ്. ഇതാണ് മൗലാലി. ലെഫ്റ്റ് സൈഡിലാണ് ഡീസൽ സ്റ്റഡി. ട്രെയിനിലോട്ട് ഇങ്ങോട്ട് വന്നാൽ സെക്കന്ദരാബാദ് റായ്പൂരിൻ്റെ റൈറ്റ് കണക്ട്. വിജയവാഡയിൽ നിന്ന് വരുന്ന ട്രെയിൻ സത്തവാഹനയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. താഴെക്കൂടെ ലൈനുണ്ട്. എനിക്ക് തോന്നുന്നത് എഫ് കൊടുക്കുന്ന ലൈനാണ് തോന്നുന്നത്. അത് പുതിയ ലൈനാണ് തോന്നുന്നത്. അത് പുത്തൻ ലൈൻ. അത് കമ്മീഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചർലപ്പള്ളി എത്തിയെന്ന് തോന്നുന്നു. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ പുതിയതായിട്ട് പണി നടക്കുന്ന ഒരു ടെർമിനലാണ്. നമ്മുടെ ബാംഗ്ലൂരിലെ SMVT പോലെ ഇവിടെ ഹൈദരാബാദ് റീജിയനിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അവർ ചർലപ്പള്ളി ടെർമിനൽ പണിയുന്നുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ചർലപ്പള്ളി ടെർമിനൽ. ആ കാണുന്നത് കോച്ചിങ് ഡിപ്പോവും മറ്റുമാണെന്ന് തോന്നുന്നു. ആ കാണുന്ന ബിൽഡിങ്സ്. അതിനപ്പുറത്തോട്ട് മാറി ഒരു വലിയൊരു കേർവ്ഡ് റൂഫുള്ളൊരു ബിൽഡിങ്ങിന് ദൂരെ കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് പുതിയ ചർലപ്പള്ളി ടെർമിനസിൻ്റെ ബിൽഡിങ്. പുത്തൻ കോച്ചുകളൊക്കെ ഉണ്ട്. 2023 ബിൽഡാണ്. അതൊക്കെ 23 മാർക്കിംഗ് ആണ്. പുത്തൻ കോച്ചുകളും മറ്റും കിടപ്പുണ്ട്. അതെനിക്കൊന്നും ഇവിടെ കോച്ചിങ് ഡിപ്പം വരുന്നുണ്ടാവും. ഇവിടെ ലുധിയാനയുടെ 32313 ഒരു BCN ആയിട്ട് നിൽക്കുന്നു. ആ കാണുന്ന കേർവ്ഡ് റൂഫുള്ള ബിൽഡിംഗ് ഇല്ലേ, അതാണ് പുതിയ ചർലപ്പള്ളി ടെർമിനൽ ബിൽഡിങ്. അപ്പോൾ ചർലപ്പള്ളി ടെർമിനൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ശബരി ചിലപ്പോൾ ഇങ്ങോട്ട് മാറും എന്നൊരു അഭ്യൂഹമുണ്ട്. അത് എത്രത്തോളം യാത്രക്കാർക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ളത് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. എനിക്ക് സിറ്റിയെ പറ്റി വലുതായിട്ട് അറിയില്ല. ഒരു ട്വിൻ അങ്കുൽ വാഗ് 7 ആണ്. 246432830. ലോഡഡ് കോൾഡ് റേക്ക. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ചർലപ്പള്ളി സ്റ്റേഷനിലെ സ്റ്റാർട്ടർ ബിൾ റെഡാണ്. ഇതാണ് പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. നല്ല വിസ്തരിച്ച് ടെർമിനൽ ബിൽഡിംഗ് കാണാം.
തൊട്ടടുത്തുള്ള കോച്ചിങ് ഡിപ്പോ ഒന്ന് കണ്ടിട്ട് ബിൽഡിങ്ങിൻ്റെ ലേഔട്ട് കണ്ടിട്ട്. ഇപ്പോൾ ടെർമിനൽ ബിൽഡിംഗ് കഴിഞ്ഞ് കോച്ചിങ് ഡിപ്പോയും കഴിഞ്ഞിട്ടാണ് പ്ലാറ്റ്ഫോംസ്. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി തോന്നുന്നു. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിൽ കയറി ഇനി ഒരു 20 കിലോമീറ്റർ കൂടി പോയിട്ട് നമ്മൾ ബിബി നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നു. പെത്തപ്പള്ളി എന്ന് മറ്റു പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ റൈറ്റ് തിരിച്ച് നമ്മൾ നേരെ ടുവേർഡ്സ് ഗുണ്ടൂർ പോകും. ഈ മെയിൻ ലൈൻ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരുന്ന മെയിൻ ലൈൻ നേരെ വരങ്കൽ സൈഡിലേക്കാണ്. കാസിപ്പേട്ട വരങ്കൽ അങ്ങനെ പോയിട്ട് നമ്മൾ വാരങ്കൽ ടു വിജയവാഡ സെക്ഷനിൽ മുമ്പിലത്തെ ഒരു വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ പോയി ജോയിൻ ചെയ്യും. നമ്മൾ പോകാൻ പോകുന്ന ഒരു പുതിയ ലൈനാണ് നേരെ ഗുണ്ടൂരിലേക്ക് പോയി കയറുന്നത്. ഗുണ്ടൂരിൽ നിന്ന് നമ്മൾ തെനാലി ജംഗ്ഷനിൽ മറ്റേ മെയിൻ ലൈനിൽ ജോയിൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂട്ടാണിത്. നമ്മളിതൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത റൂട്ടാണ്. നമുക്ക് മൊത്തത്തിൽ പുതിയതാണ്. അതുകൊണ്ട് ഈ കാണുന്ന പുതിയ ലൈന് എനിക്കൊന്നും ചിലപ്പോൾ ചർലപ്പള്ളിയുടെ ഷണ്ടിങ് ലൈൻ ആയിരിക്കണം. പകിടിപ്പള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്താറായിരുന്നു. പകിടിപ്പള്ളിയിലാണ് നമ്മൾ തിരിയുന്നത്. നേരത്തെ പെത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ പെത്തപ്പള്ളി അല്ല, സോറി, പകിടിപ്പള്ളിയാണ്. പകിടിപ്പള്ളി ആയിട്ടില്ല, അതിന് മുമ്പുള്ള സ്റ്റേഷനിൽ ബിബി നഗർ എത്തിയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട് പകിടിപ്പള്ളി എത്തി. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് ഈ മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായത്. ഇവിടെ ബിബി നഗറിൽ ഒരു വാഗൺ ആൻഡ് ഹോൾഡ് ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പുറത്തെ ലൂപ്പ് ലൈനിൽ നമ്മുടെ മെയിൻ ലൈനിൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പുറത്ത് കിടക്കുന്നത് മൗലാലി ഷെഡിൻ്റെ 38025 വാഗൺ 9. മൗലാലിക്ക് ഇലക്ട്രിക് ലോക്ക് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, പുതിയ അറിവാണ്. ഇതൊരു കണ്ടെയ്നർ റേക്കാണ്. ഇത് പവേർഡാണെന്നറിയില്ല, കാരണം ഗാർഡ് വാൻ കാലിയായിരുന്നു. ഇത് പവേർഡ് തന്നെയായിരുന്നു. 33353 വിശാഖപട്ടണത്തിൻ്റെ 33353 വാഗണായിരുന്നു. നമ്മളിത് തിരിച്ച് മെയിൻ ലൈനോട് ജോയിനാണ്. ഞാൻ അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പകിടിപ്പള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷൻ നമ്മൾ റൈറ്റ് തിരിയും. പകിടിപ്പള്ളിയിൽ നിന്ന് റൈറ്റ് തിരിയുന്നതോടുകൂടി നമ്മൾ സെക്കന്ദരാബാദ് ഡിവിഷനിൽ നിന്ന് ഇറങ്ങി ഗുണ്ടൂർ ഡിവിഷനിലേക്ക് കയറും. ഈ റൂട്ടിലെ ഫ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അടുത്ത് വരുന്നു. ടാറ്റാനഗറിന് ലോക്കോസ് ആയിരുന്നു. ഇത് ലോഡഡ് കോൾ ഫ്ലൈറ്റാണ്. നല്ല ഫ്ലൈറ്റ് മൂവ്മെൻ്റ് ഉണ്ട്. വെറുതെ അല്ല സൗത്ത് ഇന്ത്യൻ റെയിൽവേ ഇത്ര പ്രോഫിറ്റബിൾ ആണ്. കാര്യം ഫ്ലൈറ്റാണ് റെയിൽവേയുടെ അന്നം. നമുക്ക് ദക്ഷിണ റെയിൽവേയിൽ ഇല്ലാത്തൊരു സാധനം ഫ്ലൈറ്റാണ്.
പഴയ പാലം, അത് റെയിൽവേ ട്രാക്കായിരുന്നോ അത് റോഡായിരുന്നോ എന്നറിയില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. റോഡുണ്ട് ഇപ്പം അതിന് മുകളിൽ കൂടെ. ഇതാണെന്ന് തോന്നുന്നു പകിടിപ്പള്ളി. ഈ ഫ്രൈറ്റും പവേർഡായിരുന്നു. ഇത് ഹൈ റൈസ് പാൻറ്റോ ഉള്ളൊരു ബാഗ് 9 ആണ്. റെഡ് കളർ പാൻറ്റോ ഉള്ളത് ഹൈ റൈസ് പാൻറ്റോ ആണ്. ഇത് ന്യൂ കട്നി ജംഗ്ഷന് 33735. ഒരാളുള്ളൂ, അപ്പോൾ ഷണ്ടിങ് പൈലറ്റ് ആയിരിക്കും. അപ്പോൾ ഈ നേരെ പോകുന്ന ലൈനാണ് ടുവേർഡ്സ് വരങ്കൽ പോകുന്നത്. നേരെ കാസിപ്പേട്ട് വരങ്കൽ അങ്ങനെ പോകുന്ന ലൈനാണ്. ഡൽഹിയിലോട്ടുള്ള ട്രെയിനൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. വരങ്കലിൽ നിന്ന് അവരങ്ങനെ ടുവേർഡ്സ് നാഗ്പൂർ പോകും, ബലാർഷ് നാഗ്പൂർ അങ്ങനെ പോകും. ബാക്കി ട്രെയിനുകൾ വരങ്കലിൽ നിന്ന് ടുവേർഡ്സ് വിജയവാഡ വരാം. എനിക്കൊന്ന് ഇതായിരുന്നു ഒന്ന് പഴയ വിജയവാഡ റൂട്ട്. പിന്നീടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ലൈൻ വന്നത്. നമ്മളിപ്പോൾ അല്പനേരത്തിനുള്ളിൽ നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ തന്നെ ഗുണ്ടൂർ ഡിവിഷനിലേക്ക് കയറും. ഇത്രയും നേരം നമ്മൾ സെക്കൻഡറാബാദ് ഡിവിഷനിലായിരുന്നു. അവിടെ ദൂരെ മാറി ഒരു വെള്ള ബോർഡ് കാണാം, അതാണെന്ന് തോന്നുന്നു ഡിവിഷൻ ബോർഡ്. അപ്പോൾ അത് ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ ഗുണ്ടൂർ ഡിവിഷനിലേക്ക് കയറുകയാണ്. ഇതിനപ്പുറത്തോട്ട് സെക്കൻഡറാബാദ് ഡിവിഷനായിരുന്നു, ഇപ്പുറത്തോട്ട് ഗുണ്ടൂർ ഡിവിഷനാണ്. നമ്മളിനി ഗുണ്ടൂർ ഡിവിഷനിൽ കൂടെ കുറച്ച് ദൂരം ഓടും. പിന്നെ അതായത് നമ്മൾ വിജയവാഡ ഡിവിഷനിൽ കയറും. പിന്നെ നമ്മൾ ഗുണ്ടക്കൽ ഡിവിഷനിൽ കയറും. അവിടെ നിന്നാണ് നമ്മൾ സദൺ റെയിൽവേയിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ലൈൻ ഒരു സിംഗിൾ ലൈൻ സെക്ഷനാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം, ഏകദേശം ഗുണ്ടൂർ എത്തുന്നവരെ എനിക്കൊന്ന് സിംഗിൾ ലൈനാണ് തോന്നുന്നത്. ഗുണ്ടൂർ വരെ സിംഗിൾ ലൈനാണെന്ന് എക്സാക്ട്ലി എനിക്കറിയില്ല. അത് ഞാനിപ്പോൾ നോക്കണം, മാപ്പ് നോക്കണം. ഇപ്പോൾ ഗുണ്ടൂർ വരെ എൻ്റെ അറിവിൽ സിംഗിൾ ലൈനാണ്. ഇത് വന്ദേ ഭാരത് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് സെക്കന്ദരാബാദ് വിശാഖപട്ടണം വന്ദേ ഭാരത് ഓടുന്ന റൂട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ തിരുവ് വരെയായിരുന്നു എൻ്റെ പ്ലാൻ. ഇനിയും പോയി ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പായി. നമ്മുടെ സ്റ്റേഷനിൽ മേടിച്ചൊരു ബിരിയാണി ഉണ്ട്, നമുക്ക് പോയി അത് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ മേടിച്ച ഭക്ഷണം. ഇതിനകത്ത് എന്തൊക്കെയുള്ളതൊക്കെ നോക്കാം. ഇത് ബിരിയാണിയാണ്. ബിരിയാണി നല്ല വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് ഇതിനകത്ത് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് കൊള്ളാം. ലോങ് ഗ്രെയിൻ റൈസൊക്കെയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചിട്ട് പറയാം. വരാൻ 2 പാക്കറ്റിൽ എന്തെല്ലാം കൂടെ നമുക്ക് നോക്കിയാൽ നല്ല പാക്കിങ്ങാണ്. അതിൻ്റെ കൂടെ ഒരു തൈരാണോ റൈത്താണോ എന്ന് എനിക്ക് കണ്ടിട്ട് തൈര് മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ സാലനയുണ്ട്. നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്ന് പറയുമ്പോൾ അച്ചാർ തന്നെ തരുന്ന കഷ്ടിച്ച വളരെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായും ഞാൻ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യും. നമ്മൾ അടുത്ത സ്റ്റോപ്പായ നൽഗോണ്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ റൂട്ടിൽ കയറിയപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ്. കൃഷിയും ഒക്കെയുള്ള ലാൻഡ്സ്കേപ്പാണ്. കുന്നും മലയൊന്നും അങ്ങനത്തെ ഒന്നും കണ്ടില്ല. ആ ബിരിയാണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഹെവി മസാല ഉണ്ടാകുന്നുണ്ട്. എനിക്ക് അത്ര മസാല ഇഷ്ടമല്ല, പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ ജാതിപത്രി. ഇതിങ്ങനെ വല്ലാണ്ട് കട്ടിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ്. എന്നാലും കുഴപ്പമില്ല, നല്ല ബിരിയാണി ആയിരുന്നു. താങ്ക്ഫുള്ളി അതിനകത്ത് മറ്റേ റോസ് വാട്ടർ, കേവട വാട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും വളരെ ബോറാക്കിയാണ്. ലോങ് ഗ്രെയിൻ റൈസ് ആയിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു മിർച്ചിക്ക സാലൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു മോരായിരുന്നു, അതായത് നല്ലോണം നിറപ്പിച്ച മോരായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു, വർത്തായിരുന്നു. 140 രൂപ ഉണ്ടായിരുന്നു. 140 രൂപ കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഭക്ഷണമാണ്. തോന്നുന്നു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബോർഡാണ്. സ്ലീപ്പർ ക്ലാസ്സുകൾ ഏതോ ട്രെയിനാണ്, രേപ്പള്ളി ആണെന്ന് തോന്നുന്നു. ഡെൽറ്റ എക്സ്പ്രസ് ഒരു ബോർഡ് കണ്ടു ഇടയ്ക്ക്.
സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ബോർഡുകൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് നൽകൊണ്ട എത്താറായെന്ന് തോന്നുന്നു. ഈ റൂട്ടിൽ കാര്യമായിട്ട് ക്രോസിങ്സ് ഇല്ല, സിംഗിൾ ലൈൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒരുപാട് ക്രോസിങ്സ് ഇല്ല. പിന്നെ വിജയവാഡ സൈഡിൽ നിന്ന് ട്രാക്ക് വർക്ക് എടുക്കുന്നുണ്ട്. കുറേ ട്രെയിനുകൾ ക്യാൻസൽഡും ഡൈവേർട്ടഡ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി നമുക്ക് വലുതായിട്ട് ക്രോസിങ്സ് ഉണ്ടാവില്ല ഈ റൂട്ട്. ഫസ്റ്റ് കേസിൽ എനിക്ക് തോന്നിയ ഒരു വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ കോമൺ വാഷ് ബേസിൻ ഇല്ല. കൈ കഴുകണമെങ്കിൽ ടോയ്ലറ്റിനകത്ത് പോയി വേണ്ടു. അപ്പോൾ നമ്മുടെ നേരത്തെ ഇതിനകത്ത് ഇൻഡിവിജ്വൽ വാഷ് ബേസിൻസ് എല്ലാ കോച്ചിനും എല്ലാ കൂപ്പയ്ക്കകത്തുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്ത് വന്നവർ ഇപ്പോൾ പുറത്ത് വാഷ് ബേസിൻ ഉണ്ടാവും. ഇവിടെ ഒരു വാഷ് ബേസിനും ഇല്ല. നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ടോയ്ലറ്റിനകത്ത് പോകണം. പിന്നെ ആകെ 18 യാത്രക്കാരേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും. ഈ ലൈനിൽ മൈലേജ് മാർക്കർ ബിബി നഗറിൽ നിന്നൊന്ന് സ്റ്റാർട്ടായത്. കാരണം നമ്മൾ മറ്റേ തിരിഞ്ഞ സമയത്ത് 4 4x0 ആയിരുന്നു. ഇപ്പോൾ 76 ആയി. 76 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞു ലൈനിൽ. അങ്ങനെ നൽകൊണ്ട സ്റ്റേഷനിലേക്ക് എത്തി. സമയം കൃത്യം 2 മണി. നൽകൊണ്ട 1 മിനിറ്റ് ഹോൾട്ടേ ഉള്ളൂ. ഇതാണ് അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു ബോർഡ് കണ്ട് ഞാൻ ഞെട്ടി, വന്ദേ ഭാരത് സ്റ്റോപ്പ് ഹിയർ. അപ്പോൾ ഈ റൂട്ടിൽ വന്ദേ ഭാരത് ഓടുന്നുണ്ട്. ഈ റൂട്ടിൽ വന്ദേ ഭാരത് ഓടുന്നുണ്ടെന്ന് അറിയാം. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്നുള്ളത് പുതിയ അറിവാണ്. അപ്പോൾ അങ്ങനെ നൽകൊണ്ട സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. നമ്മുടെ ബെഡ് റോളിനെ പറ്റിയും കൂടെ പറഞ്ഞേക്കാം. ഇതിൻ്റെ ഫുഡ് ഇവിടെ ഇരിക്കുന്നുള്ളൂ. ബെഡ് റോളിനെ പറ്റി പറയാം. ഇത് ഗുണ്ടക്കൽ ഡിവിഷൻ്റെ ബെഡ് റോളാണ്. ഇതിനകത്ത് ഫസ്റ്റ് AC ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പിന്നെ മുകളിൽ എഴുതിയിട്ടുള്ളത് 2 ബെഡ്ഷീറ്റ്സ് ആൻഡ് 1 ഫേസ് ടവൽ എന്നാണ്. പുറത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു ഫേസ് ടവലുണ്ട്, 2 ഫ്രഷ് ബെഡ്ഷീറ്റാണ്, നല്ല വൃത്തിയുള്ള ബെഡ്ഷീറ്റ്. 2 വൃത്തിയുള്ള ബെഡ്ഷീറ്റും ഒരു ഫേസ് ടവലുണ്ട്. കൂടാതെ ഓഫ്കോഴ്സ് തലേനുണ്ട്, പില്ലോ ഉണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്. അപ്പോൾ ഈ കൂപ്പയ്ക്കകത്ത് നമ്മൾ ഈ ലോവർ ബെർത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ലോവർ ബെർത്ത് കാണാൻ നല്ലൊരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. കുഷനൊക്കെയുള്ള നമ്മുടെ വീട്ടിലെ സോഫയൊക്കെ പോലത്തെ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. അപ്പർ ബെർത്തിനെ കിടപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിന് വീതി കുറവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് കിടക്കാൻ നേരം നമ്മൾ ഈ സാധനം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവനെ താഴോട്ട് ഇടണം. ഇതിപ്പോൾ ആക്ച്വലി ശരിക്കും ലോക്ക് ചെയ്തിട്ടില്ല. കണ്ട് ഇങ്ങനെ ഇത് ലോക്ക് ചെയ്യേണ്ടത് ശരിക്കും ലോക്ക് ചെയ്തിട്ടില്ല. ഇവനിങ്ങനെ താഴോട്ട് വലിക്കണം. വലിച്ചു കഴിഞ്ഞാൽ അതെ ഇങ്ങനെ ഒന്ന് ബർത്ത് വീഴും. നല്ല വീതിയുള്ള ബർത്താണ്. ആ ലോക്ക് ശരിയല്ല. ലോക്ക് കൊണ്ട് ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ആ ലോക്കൊട്ടും ശരിയല്ല. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ബർത്തായി. കണ്ടോ, ഇത്രയും വീതിയുണ്ട് ബർത്തിന്. അല്ലാണ്ട് സുഖമായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ നമുക്ക് ഉറങ്ങാം. ഇന്ന് രാത്രി ഞാൻ പൊളിക്കും. അപ്പർ ബർത്തിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പടി വഴി ചവിട്ടി കയറാൻ പറ്റും. ഞാൻ കയറി നോക്കട്ടെ. പിടിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറി നല്ല സുഖമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. നമുക്ക് വളരെ കംഫർട്ടബിളാണിത് ഇങ്ങനെ കയറാൻ. കാശ് കൊടുത്ത് കൊടുക്കുന്നവരെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ എന്ന് വെച്ചാൽ സ്പീഡിന് ഒരു കുറവില്ല കേട്ടോ. നമ്മൾ 107, 108, 109 എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ മിരിയാല കൂടെ നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം.
വെള്ള സൈഡിങ് ഉണ്ട് കണ്ടോ, അവിടെ ഒരു EMD കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് മെയിൻ ലൈനിൽ കൂടെ ഫ്രൈറ്റ് ഒക്കെ പാഞ്ഞുകൊണ്ടിരുന്ന EMDs ആണ് ഇപ്പം ഇങ്ങനത്തെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കിംഗ് കുത്തിഷെഡിൻ്റെയാണ് 12386 ആണ് ലോഗോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. റൈറ്റ് സൈഡിൽ 2 ഫ്രൈറ്റ് ഉണ്ട്. രണ്ടും ട്വിൻ വാഗ്നൈൻസ് ആണ്. നമ്മളങ്ങനെ മിരിയാലഗുഡ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോഴും തെലങ്കാനയിലാണ് കേട്ടോ, നമ്മൾ ആന്ധ്രാപ്രദേശോട് കയറിയിട്ടില്ല വരെ. അങ്ങനെ മിരിയാലഗുഡ സ്റ്റേഷനിലെത്തി. സിഗ്നൽ റെഡാണ് ഇപ്പോഴും. നല്ല തിരക്കുണ്ട് ജനറൽ കണ്ടോ, അടിപൊളി തിരക്കാണ് ഫ്രണ്ടിൽ ജനറലിലോട്ട്. നമ്മുടെ സ്റ്റാർട്ടറായി. അഡ്വാൻസ്ഡ് പച്ചയും സ്റ്റാർട്ടർ മഞ്ഞയാണ്. നമ്മളിപ്പോൾ വിടും. ഓണടിച്ചു. ഇവിടെയും ഒരു വന്ദേ ഭാരത് സ്റ്റോപ്പ് ഹിയർ ബോർഡ് കാണും. ഇവിടെയൊക്കെ വന്ദേ ഭാരത്തിന് സ്റ്റോപ്പ് ഉണ്ടല്ലേ. എടുത്തിട്ടുടനെ നിർത്തി. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് തിരിച്ചു കയറുന്നു. നമ്മളിപ്പോൾ ഏകദേശം ബോർഡർ എത്താറായി, തെലങ്കാന ആന്ധ്രാപ്രദേശ് ബോർഡർ. ഇവിടെ ഒരു എലിവേറ്റഡ് റെയിൽവേ ലൈനിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതൊരു സൈഡിങ്ങിലോട്ടുള്ള ലൈനാണ്. പാസഞ്ചർ ലൈൻ, ഒരു ഫ്രൈറ്റ് ട്രെയിൻ പോകുന്നത് കാണാം. അതൊരു പവർ സ്റ്റേഷനോട് പോകുന്ന സൈഡിങ് ലൈനാണ്. അങ്ങോട്ട് ദൂരെ മാറ്റി നമുക്ക് പാസഞ്ചേഴ്സ് എത്താം. ഇതാണ് വിഷ്ണുപുരം എന്ന് പറയുന്ന സ്റ്റേഷൻ. വിജയവാഡയാണ്. ഇവിടെ ഒരു വാഗൺ മറിഞ്ഞു കിടക്കുന്നുണ്ട്. NMG ആണ്. ആക്സിഡൻറ്റ് അങ്ങനെ നടന്നതാണ്. അവിടെ കുറേ ഫാക്ടറീസ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ ഒരു സൈഡിങ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇന്ത്യ സിമെൻറ്റ്സ് ലിമിറ്റഡ് വിഷ്ണുപുരം സിമെൻറ്റ് ഫാക്ടറിയാണ് ഇതിനകത്തോട്ട്. അവർ പ്രൈവറ്റ് സൈഡിങ് ആണ് കാണുന്നത്. സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഇതാണത്. ലൈം സ്റ്റോൺ ക്വാറിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനുള്ളതായിരിക്കുന്നത്.
നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ട് കയറി. ഇതായിരുന്നു ബോർഡർ. അപ്പോൾ തെലങ്കാനയിൽ നിന്ന് ആന്ധ്രയിലോട്ട് കയറി കഴിഞ്ഞു. ഈ ഏരിയയിൽ മൊത്തം സിമെൻറ്റ് ഫാക്ടറി ഉള്ളത്. അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ദൂരെ നിങ്ങൾക്ക് കാണാം കുറേ സിമെൻറ്റ് ഫാക്ടറീസ്. ഒരു സിമെൻറ്റ് ഫാക്ടറി ഏരിയ ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരെണ്ണം കാണാം. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് നദിക്കുടി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ലൊക്കേഷനായിട്ട് റൈസ് മില്ലാന്ന് തോന്നുന്നത്. റെയിൽവേ ലൈൻ കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഒരു ഇലക്ട്രിഫൈഡ് സിംഗിൾ ലൈൻ. അത് നദിക്കുടി മാച്ചേർല ലൈനാണ്. പാസഞ്ചർ ട്രെയിൻ ഉണ്ടായിരുന്നു, അത് പോയി തോന്നുന്നു. ഇല്ലല്ലേ. 43191 വിജയവാഡയുടെ. ഇത് നദിക്കുടി മാച്ചേർല പാസഞ്ചറാണ്. ഒരു മനുഷ്യല്ല, കുട്ടി ട്രെയിനാണോ? നദിക്കുടി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ സൈഡിൽ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഇൻലൈൻ പ്ലാറ്റ്ഫോമാണ്. അല്ല, നമ്മുടെ ലൂപ്പിലോട്ട് കയറുന്നു. ഇവിടെ ഒരു ട്വിൻ കാസിപ്പേറ്റ് വാഗണായി കിടപ്പുണ്ട്. 3412 34037. അടുത്ത ലോഡിനായിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തായിട്ട് പുണയുടെ ഒരു WDG4 70604 WDG4D. നമ്മളങ്ങനെ നദിക്കുടി ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ ലിംഗംപള്ളിയിലേക്ക് പോകുന്നൊരു ട്രെയിൻ ഇപ്പോൾ എക്സ്പെക്റ്റഡ് ആണ്. അതിനുള്ള തിരക്കാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കാണുന്നത്. മിക്കവാറും അത് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. കാര്യം സിംഗിൾ ലൈനാണല്ലോ. അത്യാവശ്യം തിരക്ക് കയറാണ്ട് ഇവിടുന്നു. നടിക്കുടി അല്ല, നാടിക്കുടി. ജന്മഭൂമി എക്സ്പ്രസ് ആണ് വരാനുള്ളത്. കുറച്ച് നേരത്തിൽ എത്തുന്നവരെ പരസ്യം വന്നു. വിശാഖപട്ടണം ലിംഗംപള്ളി. പാൻട്രിക്കാരൻ വന്ന ചായയാണ്. മറ്റേ റെഡി മിക്സ് ചായ മാത്രമേ ഉള്ളൂ, പ്രീ മിക്സ് ചായ മാത്രമേ ഉള്ളൂ. സാധാരണ ചായ ഇല്ലെന്ന് തോന്നുന്നു. നല്ലൊരു ചായ കുടിക്കാൻ കുറച്ച് നേരം വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് ലാലാഗുഡിയുടെ 37062. റെഡ് കളറിൽ ഇങ്ങനെ ചേർക്കാർ കോച്ചുകളുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നീലേക്ക് വരാൻ റെഡ് തന്നെ നല്ലത്. പിന്നെ AC ചേർക്കാർ പോലെ തന്നെ ഇനി AC എക്കണോമി ഉണ്ട്. M2ഉം M1ഉം 2 AC എക്കണോമിയും ഒരു AC ചേർക്കാറും. നല്ല കോമ്പിനേഷൻ. ഇതിൽ സത്യം പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ്. പകൽ വണ്ടികൾക്ക് AC എക്കണോമി ഇടുന്നൊരു നല്ല ഐഡിയ ആണ്. ആകുമ്പോൾ ഒന്ന് കിടക്കണം എന്നുള്ളവർക്ക് കിടക്കുകയും ചെയ്യാം. നമ്മളങ്ങനെ നടിക്കുടി ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു.
നദിക്കുടി എന്ന് ഇവിടെ എഴുതിയത് നാടിക്കുടി എന്ന് വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സാക്ട്ലി എന്താണ് അതിൻ്റെ പേരെന്നുള്ളത് അറിയില്ല. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പിടുകൂറുള്ള നാടാണ്. ഇംഗ്ലീഷ് വായിച്ചെടുത്തത് ട്രെയിൻ എത്തി നമുക്ക് നോക്കാം. പിടുകൂറുള്ള എന്തോരം നമ്മളെത്തി. ഒരുപാട് പേര് ഒന്നും കയറാണ്ട്, എന്നാലും അത്യാവശ്യം ആൾ കയറാണ്ട്. ഇവിടെയും അമൃത് ഭാരത് സ്റ്റേഷൻ വർക്ക് അടക്കാൻ തോന്നുന്നു. വലിയൊരു ബിൽഡിംഗ് വരുന്നുണ്ട് ഇവിടെ. കണ്ടോ, വലിയ ബിൽഡിങ്ങാണ്. നല്ല നീളത്തിലാണ് പണിത് വരുന്നത്. ഡിസൈനായിട്ടൊക്കെ പണിത് വരുന്നുണ്ട് അവർ. എന്താണെങ്കിലും കൊള്ളാം, യാത്രക്കാർക്ക് ഉപകാരം ഉണ്ടായാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ നിർത്തി പിടുകുറാല എന്ന് പറഞ്ഞ സ്ഥലത്ത്. దయచేసి వినండి, రైలు నంబర్ 1723 సికింద్రాబాద్ ట్రివాండ్రం సబరి ఎక్స్ప్రెస్ 1వ నంబర్ ప్లాట్ఫామ్ నుండి బయలుదేరుటకు సిద్ధముగా ఉన్నది. యువర్ అటెన్షన్ ప్లీజ్. ట్రైన్ నంబర్ 17230 సికింద్రాబాద్ ట్రివాండ్రం సబరి ఎక్స్ప్రెస్ is ready to leave from platform number 1. വണ്ടി നിർത്തിയാണോ റെഡി ടു ലീവ് അനൗൺസ്മെൻറ്റ് വന്നു. അനൗൺസ്മെൻറ്റ് തീർന്ന് വണ്ടി വിടുകാറ് പോയി. എന്താ കഥ. പിടുകൂറാല എന്തല്ലേ. ഇങ്ങോട്ടുള്ള സ്ഥലപ്പേരുകൾ വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തന്നെയായിരിക്കും കേരളത്തിൽ വരുന്ന ആൾക്കാർ മറ്റ് സ്ഥലത്തെ ആൾക്കാരും പറയുന്നത്. പഴയ ക്വാറിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ന്യൂ പിടുകുറല്ല ജംഗ്ഷൻ. ഇപ്പുറത്തും അതെ പഴയ ക്വാറിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ലൈനിനെ പറ്റി മാപ്പിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ഇത് ഗോളിൽ നിന്നും, അതായത്
അതായത് ധോണിയിൽ നിന്ന് ഗുണ്ടൂറിലേക്ക് പോകുന്ന ലൈനോട് കണക്ട് ചെയ്യുന്ന ലൈനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എക്സാക്ട്ലി അവിടെ കത്തിയില്ല എനിക്കത് കണ്ടിട്ട്, ഡീറ്റെയിൽസ് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അടുത്ത സ്റ്റേഷൻ സാത്തനപ്പള്ളിയിലേക്ക് എത്തുകയാണ്. ഒന്നുമില്ല, ഒരു പാലമാണ്, പക്ഷെ വെള്ളമൊന്നുമില്ല. വലിയ തിരക്ക് കാണാനില്ല പ്ലാറ്റ്ഫോമിൽ. റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അത്യാവശ്യം തിരക്ക് കാണാനും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ക്രോസിംഗ് ആണോ എന്നറിയില്ല. ട്രാക്ക് മെയിൻ്റനൻസ് യൂണിറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ക്രെയിനാണിത്. നമ്മൾ സത്തനപ്പള്ളിയിലെത്തി. സിഗ്നൽ ഇപ്പം തന്നെ റെഡാണ്. ക്രോസിങ്ങിന് വേണ്ടി നിർത്തുമോ അതോ നമ്മൾ പോയിട്ട് വേറെ സ്റ്റേഷൻ നിൽക്കുമോ എന്നറിയില്ല. അനൗൺസ്മെൻറ്റ് ഇട്ടായിരുന്നു. ഹൈദരാബാദ് കൊച്ചുവേളി എന്നാണ്. ഇത് ഹൈദരാബാദും അല്ല കൊച്ചുവേളിയല്ല, സെക്കൻഡറാബാദ് ട്രിവാൻഡ്രമാണ് ഇപ്പോൾ. നമ്മുടെ 23 കോച്ച് ലോഡ് ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടില്ല. 23 ഉള്ളൂന്ന്. കാര്യം ഒരു HCP കൂടെ ഉണ്ടായിരുന്നു 24 ആയിരുന്നു. ഇനി 23 കോച്ചേ ഉള്ളൂ. പാർസൽ വാനില്ല. നമ്മൾ സത്തനപ്പള്ളിയിൽ നിന്ന് വിട്ടപ്പോൾ ഏകദേശം 40 മിനിറ്റോളം ലേറ്റ് ആയിരുന്നു. പക്ഷെ നല്ല സ്ലാക്ക് ഉള്ളതുകൊണ്ട് മിക്കവാറും നമ്മൾ ഗുണ്ടൂർ ഓൺ ടൈം പോയി കയറാനാണ് സാധ്യത. ഗുണ്ടൂർ 5 മണിക്ക് എത്തേണ്ടത്. ഗുണ്ടൂരിലേക്ക് ഇനി ഒരു 30 കിലോമീറ്റർ കൂടി ഉണ്ടാവും. അപ്പോൾ നഗർസോൾ എക്സ്പ്രസ് ആണ്. ഇതിനാണ് നമ്മൾ മറ്റേ സത്തനപ്പള്ളിയിൽ അവിടെ തിരക്കുണ്ട് ഈ വണ്ടിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനാൽ നമ്മളെ അവിടെ കയറ്റി വിട്ടു എന്തായാലും. കാറ്റ് ഇതൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള കൃഷിയുണ്ട്. എനിക്കൊന്ന് മഴക്കാലം വരുന്നതുകൊണ്ട് അവർ പാടമൊക്കെ അതിപ്പോൾ അവർ ഉഴുതുമറിച്ച് അടുത്ത വിളവ് ഇറക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നു. പിന്നെ മഴക്കാലമാണല്ലോ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും മഴക്കാലത്ത് മാത്രമാണ് കൃഷിയുള്ളത്. പിന്നെ മഴക്കാലത്ത് മാത്രമേ വെള്ളം കിട്ടുള്ളൂ. ഇവിടുന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. ഇത് ബ്രോഡ് ഗേജ് ഡബിൾ ലൈനാണ്. ഈ ലൈൻ ഡോണിന്ന് പുറപ്പെട്ട് വന്ന് നമ്മൾ കണ്ടായിരുന്നു. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗുണ്ടൂർ തിരുപ്പതി എക്സ്പ്രസ് നമ്മൾ കണ്ടു. ഈ ട്രെയിൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡോൺ ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നു, ഓർമ്മയിലേക്ക്.
അതിൻ്റെ അറിവിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഡബിൾ ലൈനാണ്. നമ്മൾ ഇനി ഇന്ന് രാത്രി തിരുപ്പതി എത്തുന്ന വരെ. റോഡ് നമ്പർ 4ലേക്കാണ് പോകുന്നത്. എങ്ങോട്ടാണോ പോകുന്നത്? നമ്മളിതാ ഗുണ്ടൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. റോഡ് നമ്പർ 4 തന്നെ, പക്ഷേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റോട്ടായിരുന്നു മാത്രം. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ചെയ്തത്. ഓടേവാ ഇവിടെ നടുക്കായിട്ട് ഒരു ലോക്കോ സൈഡിങ് അല്ലെങ്കിൽ ലോക്കോ സ്റ്റേബിളിംഗ് ലൈൻ തന്നെ ഉണ്ട്. വിജയവാഡയുടെ WDS 6AD 36342. അതിൻ്റെ പുറകിൽ വിജയവാഡയുടെ തന്നെ ഒരു വാബ് 739175. അതിൻ്റെ പുറകിൽ ലല്ലഗുഡയുടെ ഒരു വാഗ് 9 31570. ഇവിടെ നമുക്ക് വാട്ടറിങ് ഉണ്ടെന്ന് തോന്നുന്നു. വാട്ടറിങ്ങുള്ള സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അതിന് ലല്ലഗുഡയുടെ തന്നെ വാഗ് 9 31152. അങ്ങനെ നമ്മൾ ഗുണ്ടൂർ എത്തി. ഇപ്പോൾ സമയം 5:02. ജനറലോട്ട് കയറാനുള്ള തിരക്കുണ്ടോ? 5:02. നമ്മൾ 2 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ എൻ്റെ കോച്ചിലെ മറ്റേ യാത്രക്കാരൻ ഇവിടെ നിന്നാണ് കയറാൻ തോന്നുന്നത്. ഒരാളകത്തോട്ട് കയറിയിട്ടുണ്ട്. അയാളാണെന്ന് തോന്നുന്നു. സ്റ്റോളുകൾ കുറച്ച് പുറകിലേക്ക് നല്ലൊരു ചായ കുടിക്കായിരുന്നു. സാരില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കോച്ച് വാട്ടറിങ് ഉണ്ട്. വെള്ളം നിറയ്ക്കുന്നുണ്ട് എല്ലാ കോച്ചിലോട്ടും. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോച്ചിനൊന്ന് ഓവർഫ്ലോ ആയി വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഗുണ്ടൂരിൽ നിന്ന് പുറപ്പെടുന്നു. ഇപ്പോൾ സമയം 5:13. നമ്മൾ എത്തിയത് 2 മിനിറ്റ് ലേറ്റായിരുന്നു. പുറപ്പെടുന്ന ഒരു 3 മിനിറ്റ് ലേറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുണ്ടൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ദൂരെ കാണുന്നത് യാർഡാണെന്ന് തോന്നുന്നു. ഗുണ്ടൂരിലെ മെയിൻ്റനൻസ് യാർഡോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു മെമോ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഗുണ്ടൂർ തെനാലി ലൈനിലോട്ട് കയറി. പാൻട്രി കാർ ഉണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. എനിക്ക് അറ്റത്തെ കോച്ചായതുകൊണ്ടും ഫസ്റ്റ് AC കോച്ചായതുകൊണ്ടൊന്നും തോന്നുന്നു കാര്യമായിട്ട് വെൻഡേഴ്സ് ഒന്നും വരുന്നില്ല. ആകെ വന്നത് മറ്റേ പ്രീമിക്സ് ചായയാണ്. വേറെ ഒന്നും വന്നിട്ടില്ല ഇതിനകത്ത്.
ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി 2005 8-ാം മാസം പണിത കോച്ചാണിത്. പണിതപ്പോൾ 05005 എന്നായിരുന്നു നമ്പർ. നമ്പർ മാറിയിട്ടാണ് 051051 ആയത്. അതായത് ഇപ്പോൾ കോച്ച് ഏകദേശം 20 വർഷത്തിനടുത്ത് പ്രായമാവുന്നു. കോച്ചിന് 19 വയസ്സ്. ഭയങ്കര കാറ്റ് കാരണം ക്യാമറ അങ്ങോട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. വെജൻഡല എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നു. ചുറ്റും കൃഷിയിടങ്ങളാണ്. എല്ലാ സ്ഥലത്തും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ തെന്നാലിയിലേക്ക് എത്താറായി. ഇനി ഒരു 2 കിലോമീറ്റർ കൂടി കഷ്ടിച്ച് തെന്നാലിയിലോട്ട് എത്തുന്നതിൻ്റെ സ്പീഡ് നമ്മൾ കുറച്ച് കഴിഞ്ഞു. ആ വെള്ള ബോർഡ് മുതൽ അങ്ങോട്ട് നമ്മൾ വിജയവാഡ ഡിവിഷനിലേക്ക് കയറാണ്. ഇത്രയും നേരം നമ്മൾ ഗുണ്ടൂർ ഡിവിഷനിലായിരുന്നു. നമ്മൾ വിജയവാഡ ഡിവിഷനിലോട്ട് കയറാം. നമ്മൾ തെന്നാലി ഹോമിലാന്ന് തോന്നുന്നു. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് അടഞ്ഞിട്ടില്ല. അപ്പോൾ ഗേറ്റ് അടയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈ സൂര്യനങ്ങ് അസ്തമിച്ച് തുടങ്ങി. നല്ല മേഘങ്ങളുണ്ട്. അസ്തമയം എന്തായാലും കാണാൻ പറ്റില്ല. ഇപ്പുറത്തെ നല്ല വലിയ ബോർഡിന് വെൽക്കം ടു ബീജറ ഡിവിഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഹോം സിഗ്നലും കാണാം. അത് റെഡാണ്. അങ്ങനെ കുറച്ചധികം നേരം ഹോമിൻ്റെ അടുത്ത് കിടന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പോകുന്നു. റോഡ് നമ്പർ 3-ലേക്കാണ് നമ്മൾ വിടുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഗുണ്ടൂർ ഡിവിഷനിൽ നിന്ന് വിജയവാഡ ഡിവിഷനിലേക്ക് നമ്മൾ കയറി. ഈ വിജയവാഡ ഡിവിഷനിൽ നമ്മൾ ഗുഡൂർ വരെ നമ്മൾ വിജയവാഡ ഡിവിഷനിലായിരിക്കും. ഗുഡൂരിൽ നമ്മൾ ഗുണ്ടക്കൽ ഡിവിഷനിലേക്ക് കയറും. ആ ചേഞ്ച് ഓവർ നമ്മൾ ഇരുട്ടത്തായിരിക്കും. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഗുണ്ടക്കൽ ഡിവിഷനിൽ നിന്ന് നമ്മൾ കാട്ട്പാടിയിൽ വെച്ച് നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. അതും ഇരുട്ടത്തായിരിക്കും. അപ്പോൾ അതും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാണുന്നതാണ് മെയിൻ ലൈന്. വിജയവാഡയിൽ നിന്ന് ഗുഡൂർ വഴി ചെന്നൈയിലേക്ക് പോകുന്ന മെയിൻ ലൈനാണത്. നമ്മളതിലേക്കാണ് പോയി മേർജ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ലൈൻ. നമ്മൾ മെയിൻ ലൈനിലേക്ക് നേരെ മേർജ് ചെയ്യോ സ്റ്റേഷനിൽ എത്തിയിട്ടാണോ മേർജ് ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. നേരെ മേർജ് ചെയ്യാൻ തോന്നുന്നു. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല ഹൈ സ്പീഡ് റണ്ണായിരുന്നു. ചൂട് വരെ ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് തെനാലി സ്റ്റേഷനിലേക്ക് കയറുന്നു. നമ്മൾ അത്യാവശ്യം ബിഫോർ ടൈം പുറത്തെത്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം നമ്മൾ ലേറ്റായി കഴിഞ്ഞു. ഇവിടെ 2 ഫ്ലൈറ്റ്. ഒരെണ്ണം യാർഡിൽ, അത് ലൈവാണ്, 31973 ഇറ്റാർസിയുടെ. ഒരെണ്ണം ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം ലൈനിൽ ലല്ലാഗുഡിയുടെ 31143. ഇനി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് കാണാം. ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് കയറാറുണ്ട്. ഇതാണ് തെനാലി ജംഗ്ഷൻ. റോഡ് നമ്പർ 3 എന്നാണ് കണ്ടത്. പ്ലാറ്റ്ഫോമും 3 ആണ്. അപ്പോൾ 1 എനിക്കൊന്ന് അപ്പുറത്തെ സൈഡിലോട്ടുള്ളതായിരുന്നു തോന്നുന്നു. അപ്പോൾ അപ്പുറത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 1ഉം 2ഉം കാണാം. 1
1, 2, ഇത് 3, 4, 5. 1ഉം 2ഉം ലൂപ്പ് ലൈനിലാണെന്ന് തോന്നുന്നു. 3ഉം 4ഉം ആണെന്ന് തോന്നുന്നു മെയിൻ ലൈൻ പ്ലാറ്റ്ഫോംസ്. അങ്ങനെ നമ്മൾ തെന്നാലിയിൽ നിന്ന് പുറപ്പെടുകയായി. സമയം 5:55. ഏകദേശം 5 മിനിറ്റ് ലേറ്റാണ്. തിരുപ്പതി ബിലാസ്പൂർ എക്സ്പ്രസ് ആണ് അപ്പോൾ. കല്യാണിൻ്റെ 37554 റാപ്സർ ഈ റോഡ് നാന്ദേഡ് സ്പെഷ്യലാണ്. ഇവിടെ 3rd ലൈൻ്റെ പണി നടക്കുന്നുണ്ട്. എനിക്ക് 3rd ലൈൻ ബൈ ഡയറക്ഷനിലാണ് തോന്നുന്നു. സിഗ്നൽ പോസ്റ്റിൻ്റെയൊക്കെ ഇത് കണ്ടിട്ട് ഇതൊക്കെ 3rd ലൈൻ്റെ വർക്ക് നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട്. നിഡുബ്രോലു എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എന്നാലും ഉണ്ട്. ഓപ്പോസിറ്റ് ലൈനിലൊരു മെമു വരുന്നുണ്ട്. ആ വരുന്ന ഒങ്കോൾ വിജയവാഡ മെമു ആണ്. ഈ പഴയ ടൈപ്പ് മെമ്മോയിൽ യാത്ര അടിപൊളി, നല്ല രസമാണ്. കാര്യമില്ല, വിൻഡോസിന് മെഷില്ല. നമ്മുടെ സാധാരണ ട്രെയിനുകളെ ജനൽ പോലെ നമുക്ക് നല്ലൊരു വീഡിയോ കൊടുക്കാൻ പറ്റും. അതിനോട് സ്റ്റോപ്പുണ്ട്, നിർത്താണ്ട് പോയതൊന്നുമില്ല. മെമ്മോ വേണ്ടി നല്ലോണം കയറി നിൽക്കുക. ഫ്രണ്ടിലായിരിക്കില്ല മെമ്മോ സ്റ്റോപ്പ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളൂ, നമുക്കിതൊരു സ്റ്റാർട്ടർ ആയിട്ടില്ല. നേരത്തെ ഒന്നുമല്ല, എന്താണോ സംഭവം. നമ്മൾ പുറപ്പെടുകയായി. ആക്ച്വലി നമ്മുടെ ഫ്രണ്ടിലൊരു മെമു പോയിട്ടുണ്ട്. അപ്പോൾ അവന് തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളൂ. ഒരു വിജയവാഡ ഗുഡൂർ മെമു. അപ്പോൾ അതിൻ്റെ ഡിലേ ആണ്. അവൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പോകേണ്ടതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ടൈം ടേബിളിലേക്ക് ഇപ്പോൾ അടുത്ത സ്റ്റേഷൻ ബപ്പട്ടില, നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പിലൊക്കെ തന്നെ അവൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവേണ്ടത്. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്.
ഈ വണ്ടിക്ക് ഒരു പാൻറ് ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നും വരുന്നില്ല. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് മേടിച്ചാൽ ഇപ്പോൾ വെള്ളം കൂടി മേടിക്കേണ്ടത്, ഇനി അടുത്ത സ്റ്റേഷനിൽ നിന്ന് മേടിക്കാം. തൽക്കാലം മാനേജ് ചെയ്യേണ്ട വെള്ളമുണ്ട്. ആ സമോസ കിട്ടിയത് ഭയങ്കര ആശ്വാസമായി, ഭയങ്കര ആശ്വാസം. നല്ല വിശപ്പായിരുന്നു. കരി ട്രെയിനിൽ പാൻട്രിക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണവും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് ഒരു ചായക്കാരൻ വന്നായിരുന്നു, ഉച്ചയ്ക്ക് കണ്ടൊരു സമോസക്കാരൻ വന്നായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വരുന്നില്ല ഇതിനകത്ത്. അത് ഈ ഫസ്റ്റ് AC കോച്ചാണ്ടിമാർ വരാത്തതാണോ അത് ഈ പാൻട്രി ശരിക്കും ഫംഗ്ഷനിലല്ല എന്താണെന്നുള്ള അറിയില്ല. പിന്നെ നമ്മൾ ബാപ്പട്ടിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ഇപ്പോൾ ലേറ്റാണ്. നമുക്കിനി ഒരുപാട് കവറേജ് എന്തായാലും നടക്കില്ല, കാരണം ഇരുട്ടി തുടങ്ങി. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം കൂടി വെളിച്ചം കിട്ടുമെന്ന് തോന്നുന്നു. മോസ്റ്റ്ലി നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ചിരാല വരെ ഞാൻ കവർ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോപ്പുകൾ കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. തിരുപ്പതി സെക്കന്ദരാബാദ് വന്ദേ ഭാരതാണ് പോയത്. ഈ കോച്ചിൻ്റെ ഡോറിന് ഒരു ലൈറ്റ് ഉണ്ട്, നല്ല ലൈറ്റാണ് ഇവിടെ. നമ്മൾ സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന പോലെയാണ്. ഏകദേശം ചിരാല എത്താറായി, ഇരുട്ടായി. ഇനി ഒരുപാടൊന്നും കവറേജ് നടക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ചിരാല സ്റ്റേഷനിലേക്ക് എത്തി. അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം, അപ്പുറത്തെ ഡോർ ഓക്യുപ്പൈ ആയതുകൊണ്ട് ഇങ്ങോട്ട് നിന്നാണ്. നോക്കട്ടെ അപ്പുറത്തെ വാട്ടർ ബോട്ടിലോ എല്ലാം കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. നമ്മളങ്ങനെ ചിരാലയിലെത്തി. വാട്ടർ ബോട്ടിൽ കച്ചവടക്കാരൻ നമ്മുടെ കൊച്ചിനടുത്തൊന്നുമില്ല, അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ചിരാലയിൽ നിന്ന് പുറപ്പെടുന്നു. പുറത്തങ്ങനെ നടന്ന് അപ്പുറത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരെ പോയിട്ട് ഒരു കുപ്പി വെള്ളം മേടിച്ചു. അവിടെ കച്ചവടക്കാരുണ്ട്, ഇങ്ങോട്ടാരും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പകൽ കവറേജൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേഷനെത്തുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റോപ്പായ ഒങ്കോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഓൺ ടൈം ആണെന്ന് പറയാം. 44 ഇവിടുത്തെ ടൈം, ഇപ്പോൾ 45 ആയി. 1 മിനിറ്റ്, അതൊരു ഡിലേ അല്ലല്ലോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഒരു വാപ്പ് 7 37363 എല്ലാം കൂടെ കയറി വന്നിട്ടുണ്ട്. ഇത് നോർത്ത് ഈസ്റ്റിലോട്ട് പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു, ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. ഹൗഡ കണ്ടു. നമ്മളങ്ങനെ ഒങ്കോളെത്തി. നല്ല തിരക്ക് കയറുന്നുണ്ട് ജനറൽ. ഈ ട്രെയിനിന് ജനറലിലോട്ട് എല്ലാ സ്ഥലത്തും നല്ല അടിപൊളി തിരക്ക് കയറുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഒങ്കോളിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ പാൻട്രിക്കാരന് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ മറ്റേ ഈ കാറ്ററിംഗ് വഴി ഓർഡർ ചെയ്തില്ല. ഈ കാറ്ററിംഗ് വഴി ഓർഡർ ചെയ്തില്ല. ഈ കാറ്ററിംഗ് വഴി ഓർഡർ ചെയ്യാമായിരുന്നു പിന്നെ തോന്നി. സാരമില്ല, നമുക്ക് ട്രെയിനിൽ കിട്ടുന്ന ഫുഡ് നമുക്ക് കഴിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. മിക്കവാറും ഇവിടെ നിന്നായിരിക്കും ലോഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാൻട്രിയിൽ കുക്കിംഗ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാര്യം കാര്യമായിട്ട് ഫുഡ് ഐറ്റംസ് ഒന്നും വരുന്നില്ല. കാര്യം എനിക്ക് ഈ പഴയ ടൈപ്പ് പാൻട്രി കാറിൽ പല റെയിൽവേസിനും കുക്കിംഗ് ബാൻ ചെയ്തു. കുക്കിംഗ് ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാൻ തരും. എന്നാലും ഒങ്കോൾ സ്റ്റേഷൻ കഴിഞ്ഞു, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ കാണാം. ഇപ്പോൾ നമ്മൾ ഡിന്നർ വന്നിട്ടുണ്ട്. പാൻട്രി കാർ എന്നുള്ള ഫുഡാണ്. ചപ്പാത്തി വെജ് കറിയും പറഞ്ഞത്, ഒരു പിക്കിളും ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ടും കൊണ്ടു വന്നിട്ടുണ്ട്. ഇതാണ് ചപ്പാത്തി ഉണ്ട്, ഒരു കറിയുണ്ട്, വെജ് കറി കടലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കടല പോലുണ്ട്, കടലയും ക്യാരറ്റും പോലുണ്ട്, എന്നിട്ടൊരു കറിയുണ്ട്. ആണ് ഫുഡ് എങ്ങനെയുണ്ട് നല്ല കഴിച്ചിട്ട് വരാം. മെയിനായി നമ്മൾ സിംഗരായക്കൊണ്ടെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പുറപ്പെടുകയാണ്.
നമ്മളങ്ങനെ നെല്ലൂരെത്തി. ഏകദേശം ഏറെക്കുറെ ഓൺ ടൈമാണ് നമ്മൾ. അപ്പം നമ്മളങ്ങനെ നെല്ലൂരെത്തി. ഞാനിതിനി കിടന്ന് ഉറങ്ങാൻ പോയി. ഇപ്പോൾ സമയം 9:24. നമ്മൾ പെർഫെക്റ്റ്ലി ഓൺ ടൈമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം കിടന്ന് ചെറുതായിട്ട് ഉറങ്ങി തുടങ്ങിയതാണ്. പിന്നെയും വിചാരിച്ചു ശരി നല്ലൊരു കൂടെ പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് വെച്ചു. മിന്നുവിൽ അപ്പുറത്തുനിന്ന് ഗ്രാൻഡ് ട്രങ്ക് പുറപ്പെടുക. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് വിടും. ഞാൻ ഒരുപാട് മാറിപ്പോകുന്നില്ല. ഗ്രാൻഡ് ട്രങ്ക് അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മളും അപ്പോൾ ഉടനെ പോവും. ഇത് 3rd ലൈൻ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആയിരിക്കും ഞാൻ പച്ച കണ്ടത്. ബാഗ് 12. അപ്പോൾ ഇതിൻ്റെ ആയിരുന്നു പച്ച സിഗ്നലുണ്ട്, നമ്മുടെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നെല്ലൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോയി. ഇപ്പോൾ തന്നെ മണി 9:30. കുറച്ച് നേരമെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ രാവിലെ കാണാം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ്. നമ്മളങ്ങനെ ഈറോഡ് സ്റ്റേഷനിലേക്കാണ് കൃത്യസമയത്ത് എത്തുന്നത്. 6:08 6:05 നിന്ന് ഇവിടുത്തെ ഡിപ്പാർച്ചർ. ഏകദേശം മോറുള്ള ഓൺ ടൈം തന്നെയാണ് നമ്മൾ. ഇതിനോട് ക്രൂ ചേഞ്ച് ഉണ്ടാവും. ക്രൂ ചേഞ്ച് കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയായിരിക്കും നമ്മൾ മിക്കവാറും. അപ്പം അങ്ങനെ 6:11 നമ്മൾ ഈ റോഡ് നനങ്ങി തുടങ്ങി. ആ കാണുന്നതാണ് ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡ്. നമ്മളങ്ങനെ ഈറോഡ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ക്ലൗഡി കേട്ടോ, നല്ലോണം മൂടിക്കെട്ടി നിൽക്കുക. മഴ തകർക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം. പക്ഷെ ലഗേജൊക്കെ ഉണ്ട്. ഇതൊക്കെ വീട്ടിലെത്തിയിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു.
ഇവിടെയൊക്കെ സ്പീഡ് പ്രൊഡക്ഷൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ ബാരിക്കേഡിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സ്പീഡ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. സാധാരണ തന്നെ മരണമാസം ചെന്നൈക്കുള്ള വന്ദേ ഭാരതാണ് പോയത്. വൈകി ഓടുന്ന കോയമ്പത്തൂർ KSR ബംഗളൂർ ഉദയ എക്സ്പ്രസ് ആണ്. എന്തുകൊണ്ടാണ് അറിയുന്നത്, ലേറ്റാണ് ഈ വണ്ടി. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം 2 ഇൻ്റർസിറ്റി വരുന്നതുകൊണ്ട് ഈ സൈഡിലോട്ട് മാറിയത്. അപ്പുറം നല്ല തിരക്ക് കയറാനുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ്, മൺഡേ മോർണിംഗ് ആണ്. അടിപൊളി ക്രൗഡ് കയറാനുണ്ട്. നമ്മളങ്ങനെ ജസ്റ്റ് തിരുപ്പൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ടൈമിൽ നോക്കില്ല, ഏറെക്കുറെ ഓൺ ടൈം തന്നെ ആയിരിക്കണം തോന്നുന്നു. വലിയ ഡിലേ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് തിരുപ്പൂരിൽ നിന്ന് പുറപ്പെടാനുള്ള സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. അഡ്വാൻസ്ഡ് പച്ച കാണാം. അപ്പം അങ്ങനെ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. തിരുപ്പൂരിൽ നിന്ന് ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഈ ഒരു ഇൻ്റർസിറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തെ നമുക്ക് ക്രോസിംഗ് ഒന്നുമില്ല. അങ്ങനെ ഇൻ്റർസിറ്റി ക്രോസ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. എന്തായാലും മഴ പെയ്യല്ലോ, കുറച്ചൊന്ന് ഉള്ളിൽ പോയിരിക്കാം. കാര്യം ഇനി കുറച്ച് നേരത്തേക്ക് ക്രോസിംഗ് ഒന്നുമില്ല. അപ്പോൾ പാൻട്രിക്കാരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിപ്പം മേടിച്ചു. ഇഡ്ഡലി വടയാണ്. എനിക്കൊന്ന് ലോഡ് ചെയ്യാൻ തോന്നുന്നു. പാൻട്രിക്കാർ പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ടാവും കേട്ടോ. എന്തായാലും ഇതിനകത്ത് 3 ഇഡ്ഡലിയും ഒരു വടയും സാമ്പാറും ചട്നിയും ഉണ്ട്. നമ്മളങ്ങനെ കോയമ്പത്തൂരോട് അടുക്കും. നമ്മളത് ഇരുകൂർ സ്റ്റേഷനിലെത്തി. ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കാര്യമായിട്ട് ഫ്രൈറ്റ് ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ മയിലാടുതുറയ്ക്കുള്ള ജനശതാബ്ദി വരണം. അതിനുള്ള യാത്രക്കാരെ നിൽക്കുന്നത്. ജനശതാബ്ദിക്ക് ഇരുകൂർ സ്റ്റോപ്പുണ്ട്. നമ്മൾ മയിലാടുതുറ ജനശതാബ്ദിയിൽ യാത്ര ഞാനത് കാണിച്ചായിരുന്നു. ബൈപ്പാസ് ലൈനാണ്. നമ്മൾ കോയമ്പത്തൂർ ലൈനിലോട്ടാണ് കയറിയിരിക്കുന്നത്. കോയമ്പത്തൂർ വീടാണല്ലോ നമുക്ക് മാറുന്നത്.
ഇന്റർനാഷണൽ പണ്ട് ഇതൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഷാർജയ്ക്ക്, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. മയിലാടുതുറ ജനശതാബ്ദി 3991 ആയിരുന്നു. നമ്മൾ ജനശതാബ്ദിക്ക് ഒരു എൻഡ് വേണ്ടി ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടില്ലേക്കാണ്. നല്ല രസമുള്ള വണ്ടിയാണത്. അതായത് ഓൺ ബോർഡ് കാറ്ററിംഗ്, നല്ല അടിപൊളി ഫുഡ് ഐറ്റംസിൽ ഓടുന്ന ഒരു ഓൺ ബോർഡ് കാറ്ററിംഗ് ആണ്. ഒരു ഫുഡീസ് പാരഡൈസ് ആണ് ഈ വിളിക്കാൻ വേണ്ടിയത്. കൊങ്കൺ റെയിൽവേയുടെ ബുക്കിങ്ങിന് അത്രയും വരില്ലാന്ന് തോന്നുന്നു. അതിന് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അത് യാത്ര ചെയ്തിട്ട് ഞാൻ പറയാം. ഇതെന്തായാലും അടിപൊളിയാണ്. നമ്മളങ്ങനെ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ബാക്കിൽ ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരീസൊക്കെ കാണാം. മേട്ടുപ്പാളയം റോഡിൻ്റെ സൈഡിലാണിത്. അവിടെ മേട്ടുപ്പാളയത്തോട്ട് വന്ന് റെയിൽവേ ട്രാക്കും കാണാം. ആ കാണുന്ന മലകളുടെ മുകളിലാണ് ഊട്ടി. അതിന് താഴെ കൂടെ മേട്ടുപ്പാളയത്തേക്കുള്ള റെയിൽവേ ട്രാക്ക് പോകുന്നത് കാണാം. ഒരുപാട് കാലടി പെൻഡിങ് കിടക്കുന്ന റൂട്ടാണത്. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഇരുട്ടത്തായിരുന്നു. നമുക്ക് പകൽ യാത്ര ഒരുപാട് കാലടി ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നില്ല. അതായത് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു ദിവസം വന്ന് എളുപ്പത്തിൽ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന റൂട്ടാണിത്. രാവിലെ അങ്ങാടി പുറത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ മേട്ടുപ്പാളയം വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടും അത് നടക്കുന്നില്ല. ഇപ്പോൾ പണ്ട് നമ്മുടെ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഇവിടെ ഓർമ്മയുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ശ്രീനിവാസൻ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലെത്തി. സ്റ്റോപ്പില്ല, നിർത്തുമെന്നറിയില്ല. ഇല്ല, സിഗ്നൽ ആംബറാണ്, നമ്മൾ നിർത്തേണ്ട കടന്നു. നമ്മളങ്ങനെ കോയമ്പത്തൂർ ഹോം സിഗ്നലിൽ ഒന്ന് നിൽക്കാൻ പോകാൻ തോന്നുന്നു കണ്ടിട്ട്. നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലോണം ബിഫോർ ടൈം വേണം. ഞാൻ കിൻഡർ ഗാർട്ടൻ പഠിച്ച സ്കൂള് ഏകദേശം അവിടെയായിട്ട്. അവിടെ ഒരു പള്ളിയുടെ കുരിശ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ക്രോസ് കാണുന്നില്ലേ, അതാണ് സിറിയൻ ചർച്ച്. ആ ചർച്ചിൻ്റെ ബാക്കിലായിരുന്നു ഞാൻ പണ്ട് പഠിച്ച സ്കൂള്. അവിടെ ഭയങ്കര മരങ്ങളുണ്ടെങ്കിൽ ട്രാക്കിൽ നിന്ന് ശരിക്കും പള്ളി കാണാൻ പറ്റിയില്ല. അവിടെ ആയിരുന്നു ഞാൻ പഠിച്ചത്. എൻ്റെ റെയിൽ പ്ലാനിങ്ങിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അതായിരുന്നു എൻ്റെ ബാലപാഠങ്ങൾ നൽകിയ സ്കൂള്, റെയിൽ പ്ലാനിങ്ങിലായാലും ജീവിതത്തിലായാലും. നമ്മളങ്ങനെ ജസ്റ്റ് സ്റ്റേഷനിലോട്ട് കയറാൻ തോന്നും. ഹോമിനോടെ ക്ലിയർ ആയി തോന്നും. സാധാരണ ഇതിൽ ശബരി പ്ലാറ്റ്ഫോം നമ്പർ 1 കൊണ്ടിരുന്നത്. നമുക്ക് തൊട്ട് മുന്നിലായിട്ട് അവർ മാംഗ്ലൂർ എക്സ്പ്രസ്സിന് വിടും. കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 16323 നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് പോകും. പാലക്കാട് വരെ നമ്മൾ മുന്നിലായിരിക്കും. പാലക്കാട് വെച്ചാണ് ഈ വണ്ടി അതിനെ ഓവർടേക്ക് ചെയ്യുക. നമ്മുടെ യാത്ര പാലക്കാട് വരെ ഉള്ളൂ. 8 മണിക്ക് പുറപ്പെടേണ്ട നാഗർകോയിൽ എക്സ്പ്രസ് ആണ്. നമുക്ക് ബാക്കിലൊരു വാപ്പ് 7 കണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന വാപ്പ് 7 39315 കൃഷ്ണരാജപുരത്തിൻ്റെ. ഇത് കോയമ്പത്തൂർ LTT എക്സ്പ്രസ് ആണ്. 11014 39315 കൃഷ്ണരാജപുരം വാപ്പ് 7. വാപ്പ് 4 അല്ല, വാപ്പ് 7. കപ്പളയാൻ പോകുന്നുള്ളത്. നമ്മൾ പ്ലാറ്റ്ഫോം 1 കയറി ആസ് യൂഷ്വൽ. ഇപ്പോഴത്തെ സൈഡിങ്ങിലായിട്ട് വാപ്പ് 4 22852 ഈ റോഡ് ഡീസൽ ഷെഡും അതിന് പുറകിലൊരു വാപ്പ് 7 കിടക്കുന്നുണ്ട്. റോയപുരത്തിൻ്റെ നമ്പർ എന്താണോ 37580. ഇപ്പോൾ ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2 മാംഗ്ലൂർ എക്സ്പ്രസ് നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട്. 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ്. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറി ഒരു കാപ്പി കുടിക്കണം. ഈ ട്രെയിനിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പ്രീമിക്സ് കോഫി മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിൽ. നല്ലൊരു സാധാരണ കാപ്പി വണ്ടി കിട്ടുന്നില്ല. ഒരു കാപ്പി കിട്ടിയ കാപ്പി കുടിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ചായ എങ്കിലും കുടിക്കണം. കോയമ്പത്തൂർ ഇത് ചുമ്മാ നമ്മുടെ മാംഗ്ലൂർ എക്സ്പ്രസ്സിൻ്റെ ലോക്ക് ഏതാണെന്ന് നോക്കിയാൽ 22767 ആണ് നമ്മുടെ ട്രെയിനാണ് കിടക്കുന്നത്. 22322 വിജയവാഡയുടെ. നമ്മൾ നല്ലോണം നേരത്തെ നമ്മൾ 8 മണിക്ക് ഇവിടുന്ന് പോകുള്ളൂ. 7:48 ആയതേ ഉള്ളൂ. നല്ലോണം ബിഫോർ ടൈം നമ്മൾ. ഇതാണ് അതിൻ്റെ ലോക്കോ 22767 അരക്കോണം. ഇതിന് പാലക്കാട് വെച്ച് നമ്മൾ ട്രെയിൻ ഓവർടേക്ക് ചെയ്യും. നമ്മൾ പാലക്കാട് വരെ ഉള്ളൂ, നമുക്ക് ഓവർടേക്ക് കാണാൻ പറ്റില്ല.
ഇപ്പോൾ 8:02 നമ്മൾ പുറപ്പെട്ടു, 2 മിനിറ്റ് ലേറ്റാണ്. 10 മിനിറ്റോളം ബിഫോർ ടൈം എത്തിയ വണ്ടിയാണ് 2 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെടുന്നത്. കോയമ്പത്തൂർ സിറ്റിയുടെ ഒരുപാട് പഴയ സാധനങ്ങൾ കാണാം. പള്ളിയുണ്ട്, അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CSI പള്ളിയാണ്, എക്സാക്റ്റ്ലി ഓർമ്മയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ മലകളുണ്ട്. കോയമ്പത്തൂർ എന്ന് പറയുന്നൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. പാലക്കാട് ടൗൺ ട്രിച്ചി എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ആ ട്രാക്കിലോട്ട് ഈ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നത്. ആ ട്രാക്കിലോട്ട് പോയി കയറുന്ന പോലെ, ബൈപ്പാസ് ലൈനിലോട്ട് പോയി കയറുന്ന പോലെ ഒരു വഴി ഉണ്ടായിരുന്നത്, ട്രാക്ക് ഉണ്ടായിരുന്നില്ല പണ്ട്. ആ കാണുന്നതാണ് ബൈപ്പാസ് ലൈനാണ്. നമ്മളത് ഇരികൂർന്ന് ടേക്ക് ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബൈപ്പാസ് ലൈനാണത്. ദൂരെയാണ് പോത്തന്നൂർ സ്റ്റേഷൻ, വളവ് കഴിഞ്ഞ് കാണുന്നതാണ് പോത്തന്നൂർ സ്റ്റേഷൻ. അങ്ങനെ പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. നമുക്കിവിടെ ഷെഡ്യൂൾഡ് ഹോൾട്ട് ഇല്ല, സിഗ്നൽ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ B ലൈനിലാണ് നിൽക്കുന്നത്. സാധാരണ ഇതിൽ ശബരി B ലൈൻ വഴിയാണ് അവർ വിടാറ്. ബാക്കി എല്ലാ വണ്ടികളും A ലൈൻ വഴി പോകുമ്പോൾ ശബരി മാത്രം B ലൈൻ വഴിയാണ് യൂഷ്വലി തന്നെ പോകുന്നത്. ഇന്നും നമ്മൾ B ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഏതോ വണ്ടിയുണ്ട്. പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ ആയിരുന്നത്. ലോക്കൽ ആയിരുന്നല്ലോ, ആപ്പ് വണ്ണായിരുന്നു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കയറി വരുന്നുണ്ട് B ലൈനിൽ കൂടെ. അവൻ കയറി വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ. വെസ്റ്റ് കോസ്റ്റിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ വരും. ഞാൻ ആ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തോട്ട് വന്നു. ഒരു പച്ച സിഗ്നൽ കാണും, നമ്മൾ A ലൈനിൽ കൂടെ വിടുകയെന്ന് തോന്നുന്നു. ഈ ട്രെയിൻ സാധാരണ B ലൈൻ വഴിയാണ് പോകുന്നത്. ഇന്നെന്തോ A ലൈൻ വഴി വിടുകയെന്ന് തോന്നുന്നു കണ്ടിട്ട്. പറയാൻ പറ്റില്ല കേട്ടോ, കാര്യം മധുക്കര ചെന്നിട്ട് വീണ്ടും B ലൈനിലോട്ട് കയറ്റാൻ പറ്റും. അരക്കോണത്തിൻ്റെ വാപ്പ് 4 ആണ്, 22844. ബാംഗ്ലൂർ സെൻട്രൽ, ചെന്നൈ സെൻട്രൽ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. ഈ ട്രെയിന് നമ്മളൊരിക്കലും N20 ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന്.
ഈ റൈറ്റ് സൈഡിലൂടെ പോകുന്ന ട്രാക്കാണ് മധുരയ്ക്ക് പോകുന്ന ട്രാക്ക്, പൊള്ളാച്ചി വഴി മധുരയ്ക്ക് പോകുന്ന ട്രാക്ക്. അപ്പോൾ കുറച്ച് നേരത്തെ കണ്ട പൊള്ളാച്ചി എക്സ്പ്രസ് ഇതുവഴി വന്നിട്ടുണ്ടാവും. ഈ പൊള്ളാച്ചി എക്സ്പ്രസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ശബരിയെ പൊള്ളാച്ചി എക്സ്പ്രസ്സിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെക്കൗട്ട് ചെയ്യാം. ഇത് ആ പാലത്തിന് മുകളിൽ കൂടെ പോകുന്നതാണ് പൊള്ളാച്ചി ലൈന്. നേരത്തെ നമ്മൾ പോകുന്നുണ്ട്. അതങ്ങനെ പോയിട്ട് കറങ്ങി ഒരു ബൾബ് പോലെ കറങ്ങി വന്ന് ഇതിൻ്റെ മുകളിലോട്ട് കയറും. ഈ ലൈനിൻ്റെ മുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല മഞ്ഞ്, നല്ലോണം താന്ന് നിൽക്കുന്ന മഞ്ഞ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. സിഗ്നൽ അപ്പുറത്ത് കാണുന്ന മഞ്ഞ ബോർഡാണ് ജൂറിസ്ഡിക്ഷൻ ബൗണ്ടറി. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പാലക്കാട് ഡിവിഷനിലാണ്. (487/2) ആണ് ലിമിറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പാലക്കാട് ഡിവിഷനാണ്. അവിടേക്ക് ഒരു മലയുണ്ടായിരുന്നു, ഒന്നും കാണാനില്ല. ഈ കിടക്കുന്നത് പാലക്കാട്ടാണ്, കോയമ്പത്തൂർ മെമ്മോ ആണ്. തന്നെ ഒരു ജീണം കിടക്കുന്നത്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉള്ളൊരു മലയുണ്ട്. ഇവിടെ ഇവിടെ പോലെ അങ്ങോട്ടാണ് ഘാട്ട് സെക്ഷൻ. ഒന്നും കാണാനില്ല. ബി ലൈൻ വേറൊരു വ്യത്യസ്ത പാത എടുത്ത് പോകണം. ആ ലൈനിന് 8 മണി എത്തുമ്പോഴേ നമ്മുടെ കൂടെ വരുള്ളൂ. 8 മണി വരെ ബി ലൈൻ വേറൊരു ലൈനിൽ കൂടെ, വേറൊരു അലൈൻമെൻറ്റ് വഴിയാണ് പോവാം. വലിയ ദൂരമൊന്നുമില്ല, അത് ചെറിയൊരു ഡീവിയേഷനുള്ളൂ. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അതിന് വേണ്ടി തിരിച്ചത് വരും. അങ്ങനെ കുറച്ച് നേരം നമുക്ക് പോസ്റ്റ് എന്ന ലെവൽ ക്രോസ് അടച്ചു. നമ്മൾ ജസ്റ്റ് ലെവൽ ക്രോസ് പാസ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്താണ് അമൃതയുടെ കോയമ്പത്തൂർ ക്യാമ്പസ്, അമൃത യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സ്റ്റേഷൻ. അങ്ങനെ 8 മണി കഴിഞ്ഞ് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ട്രാക്ക് വീണ്ടും മാറും. ബി ലൈൻ വേറെ അലൈൻമെൻറ്റ് എടുക്കും. നമുക്ക് ബി ലൈൻ എനിക്കൊന്നും അത്ര വലിയ ഭാഗ്യമില്ലാത്തൊരു ലൈനാണ് തോന്നുന്നു. കാരണം ബി ലൈൻ ഒറ്റ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടു. അത് കഴിഞ്ഞ് കുറേ പ്രാവശ്യം പോകണമെന്ന് എനിക്കൊന്നും പറ്റുന്നേ ഇല്ല.
ഏതോ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയവരുണ്ട് കാഴ്ച കാണാൻ. സൂപ്പർ. ദൂരെ വാളയാർ സിമെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കേരളത്തിലോട്ട് കയറുന്ന എല്ലാ ട്രെയിനുകളെയും ഇവിടെ റാഗിയ എന്ന് പറയുന്ന പതിവാണ്. അവിടെ നിർത്തി അവർ ഫുള്ള് നിന്ന് കഴിഞ്ഞിട്ട് സാധനം ഇതിൽ സ്റ്റാർട്ടർ കൊടുക്കുള്ളൂ. ട്രാക്കിൽ 2 മാനുണ്ട്, അത് മാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ കേരളത്തിലോട്ട് കയറാനുള്ള സിഗ്നൽ നമുക്ക് കിട്ടി. അപ്പം അങ്ങനെ എല്ലാവർക്കും വെൽക്കം ടു കേരള. നമ്മളങ്ങനെ കേരളത്തിൽ കയറി നമ്മൾ A ലൈനിൽ കൂടെ തന്നെയാണ് പോകാൻ പോകുന്നത്. ഞാൻ വെച്ച് ഇവിടുന്ന് B ലൈനിലോട്ട് കയറ്റിവിടുമായിരിക്കുന്നത്. ഇല്ല, നമ്മൾ A ലൈൻ വഴി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തോ നമുക്കും B ലൈനോട്ട് എന്തോ പ്രശ്നമാണ്. B ലൈൻ വഴിയുള്ള യാത്ര ഒരിക്കലും സെറ്റ് ആവുന്നില്ല. ആ കാണുന്നതാണ് മലബാർ സിമെന്റ്സ് വാളയാർ. ഇതാണ് B ലൈന്. ഈ പോകുന്നതാണ് B ലൈന്. നമ്മൾ ജസ്റ്റ് വാളയാർ സ്റ്റേഷനിലെത്തി. വലത്തോട്ട് പോകുന്ന കാണാം. അതാണ് B ലൈൻ. ഇവിടെയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് ഉണങ്ങിയിട്ട് ബാക്കിലുള്ള മല ക്ലിയറായിട്ട് കാണാൻ പറ്റും. ബാക്കിലെ മല അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അത്ര മുഴുവൻ മരങ്ങൾ മൂടി ഇലകളായി കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെയല്ലായിരുന്നു. ഇൻട്രസിറ്റിയുടെ വീഡിയോ എടുത്ത് നോക്കാം. മുകളിൽ ഉണങ്ങി വരണ്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് മല കാണാം, പക്ഷെ അത്രേ ഉള്ളൂ, ജസ്റ്റ് കാണാവുന്നേ ഉള്ളൂ. മറ്റങ്ങനെ നല്ല ക്ലിയറായിട്ട് കാണാമായിരുന്നു മല. 1 മാസത്തെ മഴയുടെ വ്യത്യാസമാണത്. ഗാർഡ് സെക്ഷൻ ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പ്ലെയിൻസ് ആണ്. ഇവിടെ അങ്ങോട്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ എത്തിയിരുന്നു. ഇവിടെ അല്പം മുന്നേ ചുള്ളിമട ക്യാബിനും കൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്പീഡിൽ പോകാം. B ലൈനിൻ്റെ ഗാർഡ് സെക്ഷൻ കുറേ കൂടി ലോങ് ആണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ചുള്ളിമട ക്യാബിൻ. ചുള്ളിമട ക്യാബിൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഘാട്ട് കഴിഞ്ഞു. നമുക്കിനി സ്പീഡ് പിടിച്ച് പോവാം. നമ്മൾ ജസ്റ്റ് കഞ്ഞിക്കോട് സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. കഞ്ഞിക്കോട് ഹോം റെഡാണ്. അപ്പുറത്ത് കൂടെ B ലൈൻ വരുന്ന കാണാം. ആംബറായി. നമ്മളെന്തായാലും സ്റ്റേഷനുള്ളിലേക്ക് എടുക്കും.
ബി ലൈനിൻ്റെ ഘാട്ട് സെക്ഷൻ ഇവിടം വരെയാണ്. ബി ലൈന് ഘാട്ട് സെക്ഷൻ ഇവിടം വരെയുണ്ട്. എ ലൈനിലെ ചുള്ളിമുട ക്യാബിൻ വരെ ഉള്ളൂ. ചുള്ളിമുട ക്യാബിന് തൊട്ടുമുമ്പ് ഘാട്ട് സെക്ഷൻ തീരും. ബി ലൈൻ്റെ ഘാട്ട് സെക്ഷൻ ലോങ് ആണ്. ഇപ്പോൾ കൂടുതൽ നേരം സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ബി ലൈൻ വഴി വന്നു കഴിഞ്ഞാൽ. ഇതാണ് കഞ്ചിക്കോട് സ്റ്റേഷൻ. മറ്റേ 16323 ഇപ്പോൾ കഞ്ഞിക്കോട് വിട്ടു പോയിട്ടേ ഉള്ളൂ. നമ്മളെ ഇനിയിപ്പോൾ പിടിച്ചിടാനുള്ള ഉദ്ദേശമാണോന്ന് അറിയില്ല കേട്ടോ. ഇവിടെ അവൻ ജസ്റ്റ് കഞ്ഞിക്കോട് വിട്ടു പോയിട്ടുള്ളൂ എന്നാണ് വേരിയസ് മെട്രെയിൻ കാണിക്കുന്നത്. പാലക്കാട് IIT ക്യാമ്പസ് കുറേയൊക്കെ പണി കഴിഞ്ഞു. ബാക്കിയുടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ IIT. നമുക്ക് ആദ്യത്തെ IIT എന്ന് പറയും. എങ്ങാനും കേരളത്തിൽ ഒരു IIT കൂടെ വന്നാലും. IIT ക്യാമ്പസിൻ്റെ ഭാഗമാണ്. അങ്ങനെ ലഗേജൊക്കെ എടുത്തു. നമ്മുടെ 20 മണിക്കൂറിന് വീടായിരുന്ന ക്യാബിനോട് കൂപ്പയോട് ടാറ്റ പറഞ്ഞോട് ഇറങ്ങി. ഇനി വീണ്ടും നമുക്ക് ഫാമിലി ആയിട്ടൊരു കൂടെ വരാമെന്ന് വാക്കും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് നടക്കാം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പാലക്കാട് കുറച്ച് സമയം കൂടി എടുക്കും. എന്തായാലും കോട്ടക്കാടായിട്ടേ ഉള്ളൂ. പിന്നെ ബാക്കി സമയം നമുക്ക് ഡോറിൽ നിൽക്കാം. കോട്ടക്കാട് പാലം. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആർച്ച് ബ്രിഡ്ജാണല്ലോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർച്ച് ബ്രിഡ്ജാണത്. നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. പാലക്കാട് ജംഗ്ഷൻ്റെ ഷണ്ടിങ് ലൈനാണ് ഈ കാണുന്നത്. അവിടെ പണി 33216 GSKP വിശാഖപട്ടണം. രണ്ട് വാപ്പ് സെവൻസ് കിടക്കുന്നുണ്ട് യാർഡിൽ. എന്താണോ സംഭവം? ഇവിടെ വാപ്പ് സെവൻ വരാൻ കാരണം ഇവിടെ പ്രത്യേകിച്ച് ലോക്കോ ചേഞ്ച് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഓ, നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വിടുക എന്ന്. ഓ, കോമഡി ആണല്ലോ. 22013 EDDSൻ്റെ വാപ്പ് 1 ആണ് ഇന്ന് ഷൊർണൂർ കോയമ്പത്തൂർ എക്സ്പ്രസിനെ വരെ പോകുന്നത്. നമ്മളെന്തിനാണ് ഒന്ന് പ്ലാറ്റ്ഫോം 2ലേക്ക് വിട്ടത്? പ്ലാറ്റ്ഫോം 3 ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ
സെക്കൻഡ് 16323 വിട്ടുപോയി. അപ്പോൾ അത് മിക്കവാറും ഒറ്റപ്പാലത്ത് പോയിട്ട് ശബരിക്ക് വെയിറ്റ് ചെയ്യുമായിരിക്കും, വേറെ ഏതെങ്കിലും സ്റ്റേഷൻ വെച്ച് ശബരി വെയിറ്റ് ചെയ്യുമായിരിക്കും. എന്നായിരിക്കും എല്ലാവർക്കും പാലക്കാട്ടേക്ക് സ്വാഗതം. ഞാൻ പോയി എൻ്റെ ബാഗ് എടുത്തിട്ട് ഇറങ്ങട്ടെ. ആ കിടക്കുന്ന റേക്ക് ഈ റോഡ് എന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി വായിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിലെത്തി. പാലക്കാട് ജംഗ്ഷനിൽ എത്തുന്നതോടുകൂടി നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സെക്കൻഡ് ട്രിപ്പായിട്ട് പാലക്കാടിൻ്റെ ഫുൾ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും എന്തായാലും തീർച്ചയായും രേഖപ്പെടുത്തുന്ന കമൻസും ഫീഡ്ബാക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.